വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്തു വരാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ കറുത്ത ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നു ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ 5-ാം മുദ്ര പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, വായിച്ച തിരുവെഴുത്തും കേൾവിക്കാരായ ജനത്തെയും അടിയനെയും അങ്ങയുടെ കരങ്ങളിൽ തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരൊക്കെ തിരുവചന സത്യം കേൾക്കുന്നുവോ അവരോടൊക്കെ സ്വർഗം ഇടപെട്ടുകൊണ്ടിരിക്കണമേ. വചനത്തിൻ്റെ ഊർജവും ശക്തിയും ചൈതന്യവും ഇന്ന് രാത്രി ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഉത്സാഹഭരിതമാക്കി തീർക്കണമേ. വചനം രോഗശാന്തിക്ക് ഹേതുവാകണമേ. വചനം അതിജീവനത്തിന് കാരണമാകണമേ. സകലവിധ തിന്മകളുടെ മീതെ ഞങ്ങൾ ഇന്ന് രാത്രി വചനം നിമിത്തം ജയമെടുക്കുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രമേയത്തിലേക്ക് ഞാൻ ഏവരെയും ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവ സഭ ആദ്യ നൂറ്റാണ്ടിൽ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. 40 ദിവസങ്ങൾ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷനായി. 500 പേർക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് യേശുവിൻ്റെ സാന്നിധ്യത്താൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ കാണെ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു കർത്താവ് പോയതുപോലെ വീണ്ടും വരും എന്നുള്ള ഉറപ്പും അവർക്ക് ദൈവത്തിൻ്റെ ശബ്ദമായി ലഭിച്ചു. ഇതൊക്കെ സത്യമാണ്. യേശു അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിൻ്റെ 10 ദിവസം കൂടി കഴിഞ്ഞ്, 40 ദിവസം അവർക്ക് പ്രത്യക്ഷനായെങ്കിൽ അവിടുന്ന് 10 ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് കർത്താവ് നൽകി സഭ ഔദ്യോഗികമായി ആരംഭിക്കുന്നതാണ്. അവിടെ ശാന്തമായിട്ടിരുന്നാൽ മതി. യോഗത്തിന് വന്നാണോ? ഞാനിവിടെ പ്രസംഗിക്കുന്നുണ്ട്, കുഞ്ഞ് പ്രസംഗിക്കണ്ട കേട്ടോ, മര്യാദയ്ക്കിരിക്കുക. 50-ാം ദിവസം ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ബോധ്യപ്പെട്ടു. മക്കളോടാണ് കേട്ടോ. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്കിരിക്കണം. ശാന്തമായിട്ടിരുന്നേ. ക്രൈസ്തല പിണങ്ങി പറഞ്ഞല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. ഇനി ഈ പ്രശ്നം നിങ്ങൾ ആരെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ നിനക്കൊരു ശിക്ഷയുണ്ട്. നിൻ്റെ കല്യാണം നടത്തിയിട്ടേ ഞാൻ പോകുള്ളൂ. ഇതിപ്പോൾ ഒരു ശിക്ഷ വേണോ എന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യന് ഈ ഭൂമി കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു ശിക്ഷയാണ് കല്യാണം. നീ അനുഭവിച്ച് നോക്കണം. എന്തിനാ മോനെ ജീവപര്യന്തം? എന്തിനാ മോനെ വധശിക്ഷ? ചില പണി കിട്ടിയാൽ കിട്ടിയതാ.
കണ്ടോ സ്തോത്രമൊക്കെ വരുന്നുണ്ടോ? അല്ല, കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? ആ, അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നിങ്ങളോടാണ് പറഞ്ഞു, പണ്ടിരിക്കുന്ന തരുണി മണികളോടായി അങ്കിൾ പറഞ്ഞു, ശ്രദ്ധിച്ച് മകളെ, ഇന്ന് രാത്രി നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. നിന്നോട് സംസാരിക്കുന്നവൻ ഞാനെന്നറിഞ്ഞുകൊള്ളുക മകളെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കാൻ പോവാ. കുഴപ്പമില്ലല്ലോ, ഒരു പിടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായില്ലേ? ആ, ശരി, ശ്രദ്ധിച്ച്. ഗൗരവമുള്ള കാര്യമാണ് വചനം. നിങ്ങൾ അശ്രദ്ധമായിട്ടിരിക്കരുത്. ഇനി ആരും ഈ വഴിയും വരല്ല്, ഇവിടുന്ന് സ്റ്റേജിൽ നിന്നും പോകല്ല്. സന്തോഷമല്ലേ? വെള്ളമൊന്നും ഇടയ്ക്ക് വേണ്ട. പലരും എന്നെ വെള്ളം കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കുറേ നാളേക്ക് ഇടയ്ക്ക് വെള്ളം വേണ്ട എന്നൊരു ചിന്തയിലാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഗൗരവമുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അതീവ ഗൗരവമുള്ള പ്രാവചനിക സത്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് വചനത്തിലേക്ക് അടുത്ത് വരാം. ഇവിടെ പ്രാർത്ഥനയുടെയും ആത്മനിറവിൻ്റെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദമല്ലാതെ മറ്റൊന്നുണ്ടാകില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നതിനും ആരാധിക്കുന്നതിനും അന്യഭാഷ പറയുന്നതിനും ആത്മാവിൽ നിറയുന്നതിനും ഒന്നും ഒരു തടസ്സമില്ല. പിന്നെ ഈ തടസ്സം വരുന്ന വിധത്തിൽ എഴുന്നേറ്റ് നിന്ന് അന്യഭാഷ പറയരുത്, അത് വേറെ കാര്യം. അതിന് എല്ലാത്തിനും ഒരു പരിജ്ഞാനമുണ്ട്, ആ രീതിയിൽ പോകണം. അപ്പോൾ നമുക്ക് വചനത്തിലേക്ക് വരാം. ക്രൈസ്തവ സഭയുടെ ആരംഭകാലഘട്ടം അപ്പോസ്തല പ്രവൃത്തി 2 നിന്ന് ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ സഭയ്ക്ക് ഒട്ടേറെ പരാധീനതകൾ ഭൗതികമായിട്ടുണ്ട്. ഒന്നാമത്തെ പരാധീനത, എഴുതപ്പെട്ട ഒരു ബൈബിൾ കയ്യിലില്ല. രണ്ടാമത്തെ വിഷയം, ഈ കൂടി വന്ന ജനത്തിൽ സമ്പന്നരായ ആളുകളില്ല അധികം. മൂന്നാമത്തെ വിഷയം, യാത്ര ചെയ്യുവാൻ അനിവാര്യമായ സൗകര്യങ്ങൾ അന്ന് ആർക്കുമില്ല. മറ്റൊന്ന്, ക്രിസ്തീയ സഭ തെറ്റിദ്ധരിക്കപ്പെട്ടു പൊതുസമൂഹത്തിൽ. കാരണം ആദിമകാല ക്രൈസ്തവ സഭയ്ക്ക് നാം ഇന്ന് കാണുന്നത് പോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ അനുബന്ധ സൗകര്യങ്ങളോ ഇവയൊന്നും തന്നെ ഇല്ല. ആദിമകാല ക്രൈസ്തവ സഭയ്ക്ക് മറ്റേതെങ്കിലും തരത്തിൽ ശ്രദ്ധാർഹങ്ങളായ പ്രതീകങ്ങളോ മാത്രമല്ല സ്വന്തം എന്ന് പറഞ്ഞ് കൂടിയിരിക്കാൻ ഒരിടം പോലും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ആകെ പരാധീനത. പക്ഷെ ഒരിക്കലും അത് അപ്പോസ്തലന്മാരെ ബാധിച്ചില്ല. അവരുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചില്ല. കാരണം അവർ വിശ്വസിച്ചത് ആ പരാധീനതകളെ അതിജീവിക്കുന്ന ഒന്ന് അവരിലുണ്ട്. ഈ പരാധീനതയൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുന്ന ഒന്ന്, അതിനെ എന്നേക്കും നിഷ്പ്രഭമാക്കുന്ന ഒന്ന് ദൈവാത്മാവിൻ്റെ ശക്തിയാണ്. ഈ ശക്തിയോടെ അവർ യേശുവിനെ പ്രസംഗിച്ചു. വചനം പ്രസംഗിച്ച ഇടത്തൊക്കെ ആത്മാക്കളുടെ വലിയ പ്രവാഹം ഈ തിരുസഭയിലേക്കുണ്ടായി. അനേക ആളുകൾ വിടുവിക്കപ്പെട്ടു. അനവധി ദൈവിക പ്രവൃത്തിക്ക് 1-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചു. പക്ഷെ സർക്കാരുകൾ ഈ നാമത്തെ നിയമം മൂലം എന്നേക്കുമായി ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കാൻ പദ്ധതിയിട്ടു. ഒരു ഭാഗത്ത് ഭരണകൂടം അങ്ങനെ പദ്ധതിയിടുമ്പോൾ മറുതലക്കൽ നിന്ന് കാണുന്ന കാഴ്ച, ക്രൈസ്തവ സഭയെ ഉന്മൂലനം ചെയ്യുവാൻ അന്നത്തെ യഹൂദ സമൂഹവും പണിയെടുത്തു. യഹൂദ സമൂഹം ഒരിടത്ത്, റോമൻ ഭരണകൂടം മറ്റൊരിടത്ത്. ഇതിനുമിടയ്ക്ക് ക്രൈസ്തവ സഭയ്ക്കകത്ത് ഉടലെടുത്ത ചിലതരം പ്രവണതകൾ, സ്വാർത്ഥമതികളായ ചിലതരം ആളുകൾ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്ന് പൗലോസ് വിശേഷിപ്പിക്കും വിധം അകത്തുനിന്നും പ്രതിസന്ധി രൂപപ്പെട്ടു. ത്രിമുഖങ്ങളുള്ള ആ പോരാട്ടങ്ങളുടെ നടുവിൽ 1 നൂറ്റാണ്ട് പിന്നിടുന്നതിൻ്റെ ഏകദേശം 10 വർഷം മുമ്പ്, കൃത്യം പറഞ്ഞാൽ AD 90-95 കാലയളവ്. ഈ കാലയളവിൽ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പീഡനങ്ങളുടെ അതിശക്തമായ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി. രാജ്യം ഭരിക്കുന്ന ഡൊമീഷ്യൻ കൈസർ എന്ന ചക്രവർത്തിക്ക് മുമ്പിൽ വിചാരണ ചെയ്യപ്പെട്ടു.
റോമിലെ നീറോ ചക്രവർത്തിയെ നമുക്കറിയാം, അതിക്രൂരനായിരുന്നു. ലോകത്തെവിടെ നടക്കുന്ന തിന്മകളും തൻ്റെ രാജ്യപരിസരത്ത് കാണുന്ന തെറ്റുകളും ഒക്കെ ക്രൈസ്തവരുടെ തലമേൽ അടിച്ചേൽപ്പിച്ചിട്ട് അങ്ങനെ അവരെ ദാരുണമായി കൊല ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയ നീറോയ്ക്ക് ശേഷം വന്നത് ഡൊമീഷ്യനാണ്. നീറോ എന്ന ക്രൂരനെക്കുറിച്ച് പൗലോസ് സൂചന കൊടുത്തു. നമ്മുടെ പ്രതിയോഗിയായ സാത്താൻ അലറുന്ന സിംഹം പോലെ ആരേ വിഴുങ്ങണ്ടു എന്നറിയേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്നു. ഇത് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു നീറോയും ആത്മീക അർത്ഥത്തിൽ ഒരു സാത്താനും അവിടെയുണ്ട്. ഈ നീറോ റോമിൽ നടന്ന അവിചാരിതമായി പട്ടണത്തിന് തീപിടിച്ചപ്പോൾ, കടകമ്പോളങ്ങൾ കത്തി നശിച്ചപ്പോൾ ആ കുറ്റവും ക്രൈസ്തവരുടെ മേൽ ചുമത്തി. അവരെ ദാരുണമായി കൊന്നു. ആ പീഡ അതിശക്തിപ്പെട്ടിരിക്കുന്ന കാലത്ത് നീറോയ്ക്ക് ശേഷം വന്ന ഡൊമീഷ്യൻ. ആ ഡൊമീഷ്യൻ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. ആരാണ് അയാൾ? അയാളുടെ സ്വഭാവം ഞാനൊന്ന് ബോധ്യപ്പെടുത്താം. അദ്ദേഹത്തിന് ഡൊമിറ്റില്ല എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയെ വിവാഹം കഴിച്ച മനുഷ്യൻ്റെ പേര് ഫ്ലാവിയസ് എന്നായിരുന്നു. ഫ്ലാവിയസ് ഡൊമിറ്റില്ല ദമ്പതികൾക്ക് ഡൊമീഷ്യൻ ഒരു ജോലി കൊടുത്തു. ആ ജോലി മറ്റൊന്നുമില്ല, എവിടെയെങ്കിലും ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്കിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെന്ന് കണ്ടുപിടിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് അവിടെ എത്ര പേർ കൂടുന്നു, ആരൊക്കെ വരുന്നു, എന്തൊക്കെ നടക്കുന്നു, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള സകല ഡീറ്റെയിൽസും കൃത്യം എത്തിച്ചു തരേണ്ട ഇൻ്റലിജൻസ് വർക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്നു. കാരണം നിരോധിക്കപ്പെട്ട മാർഗമാണ് അന്ന് യേശുവിൻ്റെ മാർഗം. ഏതെങ്കിലും ഒരു കാരണം അവരിൽ കാണാൻ നോക്കിയിരിക്കുന്ന ഘട്ടത്തിൽ ഡൊമീഷ്യൻ്റെ സഹോദരി ഡൊമിറ്റില്ലയും ഫ്ലാവിയസും ക്രൈസ്തവ സഭകളെ വേട്ടയാടാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. അന്നത്തെ ആലയങ്ങൾ ഗുഹകൾക്കുള്ളിലായിരുന്നു. ഗുഹകൾ എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഗുഹകളൊക്കെ ശ്മശാനങ്ങളായിരുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയടക്കിയ മക്പേല ഗുഹ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ ഗുഹയ്ക്കുള്ളിൽ അതിൻ്റെ ഭിത്തി തുറന്ന് അതിനുള്ളിലേക്ക് ഡെഡ് ബോഡി കയറ്റി വെക്കുന്ന ഒരു ശീലമായിരുന്നു അന്ന്. അതല്ലെങ്കിൽ ഗുഹയ്ക്കുള്ളിൽ കുഴി താഴേക്കെടുത്ത് അവിടെ മൃതശരീരം അടക്കുന്ന രീതിയായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾ വന്നിട്ട് പ്രാർത്ഥനയ്ക്കിരിക്കും. കാരണം അന്നും ഇന്നും മനുഷ്യന് ശ്മശാനങ്ങളെ ഭയമാണ്. അവിടെ മറ്റാരും വരില്ല. അനവധി ആളുകളെ ഇങ്ങനെ കൊണ്ട് കൊന്ന് കുഴിച്ചുമൂടുന്ന ശ്മശാനത്തിൻ്റെ ഉള്ളിൽ പാസ്റ്ററും വിശ്വാസികളുമൊക്കെ വന്നിരിക്കും. ചെറിയൊരു ഇരുട്ടവിടെയുണ്ട്. ആ ഇരുട്ടത്ത്, കാരണം പകലാണെങ്കിലും വെളിച്ചം കുറവായതുകൊണ്ട് ആളുകൾ മെഴുതിരി കരുതി വരും. ആ മെഴുതിരിയുടെ വെളിച്ചത്തിൽ അവർ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കും, സങ്കീർത്തനങ്ങൾ വായിക്കും, പാട്ടുപാടും. പാട്ടിനൊടുവിൽ ദൈവജനം പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയും. ആ പറയുന്ന കാര്യത്തിൽ അവർക്ക് വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഒരു സ്ത്രീ പറയും, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊപ്പം വന്ന് പാട്ടുപാടി ആനന്ദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്നെൻ്റെ കൂടെ ഇല്ല. വിധിക്കും വിചാരണയ്ക്കും വിധേയപ്പെട്ട് കൈകാലുകളിൽ ബന്ധിച്ച് ഭരണകൂടം അദ്ദേഹത്തെ ചുണ്ണാമ്പ് ചൂളയിൽ മുക്കിക്കൊന്നു. എൻ്റെ ഒക്കത്ത് കിടന്ന് ഞാൻ താരാട്ടുപാടിയ പിഞ്ചോമൻ എൻ്റെ കൂടെ ഇല്ല. വലിച്ചതിനെ നിലത്തടിച്ചു കൊന്നുകളഞ്ഞു. എന്നിട്ടും സഭായോഗം മുടക്കാതെ ഇവിടെ വന്നവൻ്റെ പേരാ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. ആ വലിയ അനുഭവങ്ങൾ ഓരോരുത്തരും അങ്ങോട്ട് പ്രസ്താവിക്കും. എല്ലാവർക്കും ഉണ്ട് ഇങ്ങനൊന്ന് പറയാൻ. നമുക്ക് സ്വയം ലജ്ജിക്കാം. ഇന്ന് നമുക്ക് എന്തുണ്ട് പറയാൻ? അനുഭവമുള്ളൊരു സമൂഹത്തിന് മാത്രമേ ഇനിയുള്ള കാലത്ത് അതിജീവിക്കാൻ കഴിയൂ. അനുഭവമുള്ളൊരു സമൂഹത്തിന് മാത്രമേ ഇനിയുള്ള കാലത്ത് സാക്ഷ്യം വഹിക്കാൻ കഴിയൂ. മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന കരുത്തുറ്റ അനുഭവങ്ങളുടെ പ്രളയം, ആ വലിയ കണ്ണീർ പ്രളയത്തിൽ അവർ തോറ്റു തുന്നം പാടുകയല്ല. അത് കഴിഞ്ഞ് ആ ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് ഒരു ദൂത് അങ്ങോട്ട് കൊടുക്കും. ആ ദൂത് കൊടുത്തു കഴിയുമ്പോൾ ജനം ഒന്നടങ്കം പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം.
വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. ആ പ്രത്യാശയുടെ വചനമൊക്കെ പറഞ്ഞിട്ട് അവർ മടങ്ങും. മടക്ക യാത്രയിലാകും കൊല്ലപ്പെടുക. ഹല്ലേലൂയ. മറ്റൊന്ന്, ഇവർക്കിടയിൽ ഈ പരസ്പരം ഈ സ്ഥലമൊക്കെ അറിയാൻ ഒരു കോഡ് ഭാഷയുണ്ട്. വേറെ ചില പ്രതീകങ്ങളുണ്ട്, ഇമേജുകൾ, ചില സിമ്പലുകൾ, ഐക്കണുകൾ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വരച്ചു വെക്കും. കല്ലിലൊക്കെ കൊത്തും ഒരു മത്സ്യത്തിൻ്റെ ചിത്രം. ആ മത്സ്യത്തിൻ്റെ തല കണ്ടാൽ ഈ വഴിക്ക് പോകണം എന്നർത്ഥം. അതിൻ്റെ വാല് ഒരു ശരം പോലെയാണല്ലോ, ഒരസ്ത്രം പോലെ. ഈ വഴി പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തെത്താം. അങ്ങനെ ആ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭകാലത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്ന ചിഹ്നം മത്സ്യത്തിൻ്റെതായിരുന്നു. ഗ്രീക്കിൽ അതെഴുതിയാൽ ക്രിസ്തു എന്ന് വായിക്കുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ രണ്ടുവിധ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ഈ വഴി നിങ്ങൾ പൊക്കൊള്ളൂ, അവിടെ ഒരു ആലയമുണ്ട്. അല്ല, ചർച്ചക്കോടൊന്നും ഷാരൂണൊന്നും എഴുതി വെക്കാൻ പറ്റില്ല, നമ്മൾ അകത്തു പോകും. അതായിരുന്നു സ്ഥിതി. അതാ നമ്മുടെ അവസ്ഥ അന്ന് അങ്ങനെ ആയിരുന്നു. ഈ മത്സ്യത്തിൻ്റെ തല നോക്കി ആ സ്ഥലം കണ്ടുപിടിച്ച് ആളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആളാണോ എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. അവർ പാട്ട് പാടുന്നതുപോലെ പറയും, മാറാനാഥ. അതൊരു പ്രത്യേക ടോണാണ്. കേൾക്കുന്ന ആൾ പറയും അനാഥമ. പതുക്കെ പറയുന്നേ, അനാഥമ, അനാഥമ. അർത്ഥം, ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരാറായി. അടുത്ത ആളിൻ്റെ മറുപടി, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഇവർ രണ്ടാളും പതുക്കെ പതുക്കെ കൂടി ആലയത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ദാവീദ് പണ്ട് പറഞ്ഞു, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. നിസാരം ഒരു കോവിഡ് കണ്ട് വീട്ടിൽ ചില എണ്ണം കയറി പനിച്ച് കിടക്കുന്ന ഇന്ന് വരെ വന്നിട്ടില്ല. നോക്കണം. കണക്ക് കൊടുക്കേണ്ട ഒരു കാലം വരും, ഒരു സമയം വരും. അല്ല, പവർ വിഷൻ കണ്ടിരുന്നാൽ, ക്രിസ്ത്യൻ ലൈവ് കണ്ടിരുന്നാൽ, IBT കണ്ടിരുന്നാൽ ആരാധനയാവില്ല. അവസ്ഥ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വേറെ സംവിധാനങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല. കൂട്ടായ്മ ആചരിക്കണം ദൈവഹിതങ്ങൾ. കൂട്ടായ്മയ്ക്ക് പ്രസക്തി കൊടുക്കണം. ഇവിടേക്കാണ് ഡൊമിറ്റില്ലയും ഫ്ലാവിയസും വന്നത്. ഡൊമിറ്റില്ലയും ഫ്ലാവിയസും ഇങ്ങനെ കേട്ടിരുന്ന് കമൻ്റ് കുറിക്കുകയാണ്. പാസ്റ്റർ പ്രസംഗത്തിലെ പോയിൻ്റ് കുറിച്ചു. വിശ്വാസികളുടെ ഈ ആളുകൾ മരിച്ച സംഭവങ്ങൾ എല്ലാം കുറിച്ച് വിശ്വാസിയെപ്പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്പം കഴിഞ്ഞ് അവസാനത്തെ സന്ദേശം കൊടുക്കാൻ കർത്താവിൻ്റെ ദാസൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. അല്ല, ചുട്ടുപഴുത്ത വാക്കുകൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലാവിയസ് പൊട്ടിക്കരഞ്ഞു. ഡൊമിറ്റില്ല നെഞ്ചത്തടിച്ചു കരഞ്ഞു. രണ്ടാളും അന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഹല്ലേലൂയ. യാതൊരുവൻ സുവിശേഷത്തിന് വിലക്ക് കൽപ്പിച്ചുവോ, യാതൊരുവൻ സുവിശേഷത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് തടസ്സം നിന്നുവോ, അവൻ്റെ കുലത്തിനുള്ളിൽ കടന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയുന്ന അതുല്യമായ ശക്തിയുടെ പേരാണ് സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഈ ഐക്യ കൺവെൻഷനിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ഗ്രാമത്തോട് ഇങ്ങനെ വിളിച്ചു പറയാ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. കഴിഞ്ഞ രാത്രിയും ഇന്നും നാളെയും ഞങ്ങൾ ഈ ഗ്രാമത്തോട് വിളംബരം ചെയ്യുന്ന ആത്യന്തികമായ ആ സന്ദേശം അത് സുവിശേഷമാണ്. സുവിശേഷം കാലാതീതമാണ്. എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് കാരണഭൂതനായവൻ കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന സമാധാനത്തിന്റെ ഘോഷണമാണ് ആ സുവിശേഷം. ഹല്ലേലൂയ. ഈ ക്രൂരത ഇതിന് ശേഷം ഡൊമിറ്റില്ല ഫ്ലാവിയസ് ദമ്പതികൾ ക്രൂരമായി വിചാരണ ചെയ്യപ്പെട്ടു. സ്വന്തം സഹോദരിയാണെന്നറിഞ്ഞിട്ടും ഈ ഡൊമീഷ്യൻ അതുവരെ ദാരുണ ശിക്ഷയ്ക്ക് വിധേയനാക്കി. അതാ ചരിത്രം. അയാളുടെ പക്കലേക്കാ നമ്മുടെ യോഹന്നാനെ കിട്ടുന്നത്. വെച്ചക്കോ, കാര്യം കിട്ടൂ. എന്താ വിഷയം? സുവിശേഷം. നീ അതിപ്പരം ചോദിക്കണ്ട. ഞങ്ങൾ ഈ ലോകത്തോട് ചോദിക്കുന്നു, ഞങ്ങളെന്ത് തെറ്റാണ് ഈ ലോകത്തോട് ചെയ്തത് പറയൂ. അക്ഷരം വിലക്കപ്പെട്ട, അപ്പം വിലക്കപ്പെട്ട മനുഷ്യരാശിക്ക് ഞങ്ങളത് നൽകിയിട്ടുണ്ട്. പ്രാണനും പറിച്ചു കൊടുക്കുന്ന സ്നേഹം കൊണ്ട് ഞങ്ങൾ ആത്മാക്കളെ നേടിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് സംബന്ധിക്കുന്നുണ്ട്.
സാധാരണ ഇത്തരമൊരു യോഗത്തിൽ 1000 വേണ്ട 100 പേര് കൂടുന്നിടത്ത് എത്ര പോലീസുകാർ നിൽപ്പുണ്ട്. ഇവിടെ ആരുമില്ല. 100 കൊല്ലം പഴക്കമുള്ള കുമ്പനാട് കൺവെൻഷനിൽ, അതല്ലെങ്കിൽ TPM-ൻ്റെ കൺവെൻഷനിൽ, ചർച്ചക്കോടിൻ്റെ കൺവെൻഷനിൽ നിങ്ങൾക്ക് പോലീസിനെ കാണിക്കാമോ? വണ്ടി തിരിച്ചുവിടാനൊക്കെ അവിടെ ആളുണ്ട്. ഒരക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം കാണിക്കാമോ? ഒരു ചെറിയ തെളിവ് കാണിക്കാമോ? കാണിക്കാനാവില്ല. അതാ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശക്തി. ഞങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇനിയുമുണ്ട് ചിലത് പറയാൻ. നമ്മുടെ വിഷയം തീരില്ല. പിടിച്ച് തിളച്ച എണ്ണയ്ക്കുള്ളിലിട്ടു. തിളച്ച എണ്ണയ്ക്കുള്ളിൽ നമ്മളെ ഇട്ട കത്തിപ്പോകാതൊന്നും ഇരിക്കില്ല. നമ്മളും കത്തിപ്പോവും. വണ്ടി ഇടിച്ചാൽ നമ്മളും മരിക്കും. തല വെട്ടി നമ്മുടെ തലയും പോകും. നമുക്ക് വേണ്ടി ഒരു പ്രത്യേകിച്ചൊരു നിയമമൊന്നും ഈ രാജ്യത്തില്ല. നമ്മൾ മനുഷ്യരല്ലേ. എന്നാൽ അപൂർവ ഘട്ടങ്ങളിൽ വാളിൻ്റെ വായ്ത്തലയ്ക്ക് നമ്മൾ തെറ്റി ഒഴിയും. അപൂർവ ഘട്ടങ്ങളിൽ കല്ലേറ് വന്നാൽ കൊള്ളാതെ പോകും. അപൂർവ ഘട്ടങ്ങളിൽ മരണം വന്നാൽ ചാടിക്കിടക്കും. അപൂർവ ഘട്ടങ്ങളിൽ മാരക രോഗത്തിൽ നിന്ന് കുതിച്ചെഴുന്നേറ്റ് സൗഖ്യത്തോടെ ദൈവത്തെ ആരാധിക്കും. അപൂർവ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ചില അതിജീവനം വരും. അത് ശരിയാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇതിനകത്ത് പെട്ടുപോകും. ഇത് രണ്ടും കാണുമ്പോൾ സന്തോഷം വരണം. കർത്താവ് നമ്മളെ മരണം കൊണ്ട് പരീക്ഷിച്ച് തിരുസന്നിധി ചേർക്കാൻ ആ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, പേടിയൊന്നുമില്ലെന്നേ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് ഏറെ നല്ലത്. മരണം മുമ്പിൽ കാട്ടി കർത്താവിൻ്റെ സമയമായിട്ടില്ലെങ്കിൽ ആ മരണത്തെ നോക്കിയിട്ട് പറയണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇത് രണ്ടും അനുഭവിക്കാൻ സമർപ്പണം ചെയ്തവർക്ക് ഇനിയുള്ള കാലത്ത് ക്രിസ്ത്യ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റൂ, ആസ്വദിക്കാൻ പറ്റൂ. സ്തോത്രം. ഡൊമീഷ്യൻ കൈസർ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടു. എണ്ണയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം കത്തിയില്ല. ജയാളിയായി വന്നപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഒരു ബോട്ടിൽ കയറ്റി ദൂരെയുള്ള ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായൊരു സ്ഥലത്ത് ഈജിയൻ കടലിൻ്റെ തീരത്ത് പത്മോസ് ദ്വീപിലേക്ക് തട്ടി. വെറുതെ തട്ടുകല്ല, അതൊരു കൽക്കനിക്കനിയാണ്. 80, 85, 90 വയസ്സ് പ്രായമുള്ളൊരു വൃദ്ധനെക്കൊണ്ട് കൽക്കരി ചുവന്നും അത് ബോട്ടിൽ കയറ്റിയും പണിയടിപ്പിക്കാൻ അയച്ചു. ഒറ്റക്കല്ല, കൊടും ക്രിമിനലുകളാണ് കൂടെയുള്ളത്. കൊലക്കേസിലെ പ്രതികൾ, നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർത്ത തീവ്രവാദികൾ, ആർക്കും മെരുങ്ങാത്ത അടിമകൾ, പലതരത്തിൽപ്പെട്ട ആളുകൾ. ആ ക്രൂരന്മാരെ തള്ളുന്ന ഇടത്തേക്ക് ഭക്തനെയും തള്ളി. ഇടയ്ക്കിടയ്ക്ക് കപ്പൽ വരും, അതിൽ ചരക്കേറ്റി വിടണം. ഭക്ഷണം കിട്ടിയാലായി, ഇല്ലെങ്കിലായി. ഭക്ഷണപ്പൊതി കരക്കോട്ടെറിഞ്ഞു കൊടുക്കും. കിട്ടുന്നവർക്ക് കിട്ടി, കിട്ടാത്തവർക്ക് കിട്ടില്ല. എല്ലും കോലവുമായി കിടക്കുന്ന നിരവധി ആളുകൾ, മരണം കാത്തുകിടക്കുന്നവർ, മരിച്ചു പോയവർ, ശവശരീരങ്ങൾ, അസ്ഥികൂടങ്ങൾ ഒക്കെ കൂടിക്കിടക്കുന്ന ആ പ്രദേശം നിങ്ങളൊന്ന് മനസ്സിൽ കാണൂ. എങ്ങോട്ട് തിരിഞ്ഞാലും മരണത്തിൻ്റെ ശ്മശാന മുഖത. എവിടെ തിരിഞ്ഞാലും കുറ്റവാളികളുടെ ആർത്തനാദവും ശബ്ദവും. ദാ വാഞ്ഞെടുക്കുന്ന കഴുകന്മാർ, ഇതാ കൊത്തിവലിച്ച് ശവശരീരം കീറിമുറിക്കാൻ വരുന്ന ചെന്നായ്ക്കൾ, കാട്ടുകരടികൾ, ഉന്മൂലനം ചെയ്യാൻ വരുന്ന മൃഗങ്ങൾ, അതിൻ്റെ അകത്ത് ക്രൂരന്മാരായ പടയാളികൾ. ഈ കൊടും ക്രൂരതയുടെ നടുവിൽ ഈ മനുഷ്യനും അങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭക്തൻ വിധിയെ ശപിച്ച്, പ്രായത്തെ ശപിച്ച്, എന്തിനാണ് ഈ ജീവിതമെന്ന് ചോദിച്ച് സ്വയം അദ്ദേഹം നശിക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ അനുഭവം കൃത്യം എഴുതി വെച്ചു. ഇതൊക്കെ ശരിയാണ്. എൻ്റെ ചുറ്റുപാടും പറന്നു കളിക്കുന്ന കഴുകന്മാരെ ഞാൻ കണ്ടു, ആർത്തലക്കുന്ന സമുദ്രത്തെ കണ്ടു, ഈദിയൻ കടലിൻ്റെ തിരമാലകൾ ആർത്തലക്കുന്ന ഗംഭീര ശബ്ദം കേട്ടപ്പോൾ മരണത്തിന്റെ കിങ്കരന്മാരായ കഴുകന്മാർ മാംസം കൊത്തിപ്പറിച്ചു തിന്നാൻ അടുത്തു വരുമ്പോഴും അവിടേക്കല്ല ഞാൻ ശ്രദ്ധിച്ചത്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഈ രാത്രിയും വചനം കേൾക്കുന്ന ഭക്തൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളണം. മരണത്തിന്റെ മുനമ്പത്തും ആത്മാവിൽ നിറയുന്ന, ആത്മശക്തി കൊണ്ട് പ്രതിസന്ധികളെ നേരിടുന്ന അത്യന്ത ശക്തിയുടെ വ്യാപാരം ഭക്തന്റെ മാത്രം സവിശേഷതയാണെങ്കിൽ അനുഭവിച്ചറിയുന്ന നമുക്ക് പറയാം, ഉലകത്തോട് മുഴുവൻ പറയാം, ഈ അതിജീവനത്തിന്റെ കരുത്തിന്റെ പിന്നിലെ കാരണം ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് പകരപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ. ഹല്ലേലൂയ. ദൈവദാസൻ ആത്മാവിൽ നിറഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ആൾ കൂടുന്നതും ഒറ്റയ്ക്കാകുന്നതും ആത്മാവിൽ ആരാധിക്കാൻ ഒരു തടസ്സമല്ല.
അങ്ങനെയല്ലേ? എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരാളെ ഉള്ളെങ്കിലും പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ്. ഒരു പ്രയാസം അത് തോന്നിയിട്ടില്ല. ആളില്ലേ, ആളില്ലെങ്കിൽ കാറ്റിനോട് പ്രവചിക്കുക എന്നൊരു വചനമുണ്ട്. ആളില്ലെന്നോർത്ത് നിങ്ങൾ നമ്മളെ വിളിക്കാതിരിക്കേണ്ട, വണ്ടിക്കൂലിയില്ലെന്നോർത്ത് വിളിക്കാതിരിക്കേണ്ട, ആഹാരമില്ലെന്നോർത്ത് വിളിക്കാതിരിക്കേണ്ട, പാട്ടുകാരില്ലെന്നോർത്ത് വിളിക്കാതിരിക്കേണ്ട. പ്രസംഗിക്കാൻ നമ്മൾ തയ്യാറാന്നേ. സ്തോത്രം. എന്താ കാര്യം? നമുക്കൊക്കെ അല്പകാലമേ കർത്താവ് വെച്ചിട്ടുള്ളൂ. ആയുസ് നീട്ടിപ്പിടിക്കുന്നതിനേക്കാൾ നല്ലത് ആയുസിന് ആഴം വരട്ടെ, ജീവിതത്തിന് ആഴം വരട്ടെ. ആമേൻ. അപ്പോൾ ഭക്തൻ ആത്മാവിൽ ആരാധിച്ചപ്പോൾ തന്നോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടു. അതൊക്കെ നമുക്കറിയാം. ഞാൻ ആ വഴി ഒത്തിരി പറഞ്ഞാൽ ഇതിൻ്റെ പ്രാവചനിക പൊരുൾ പറയാൻ നേരം കിട്ടില്ല, അവിടെയൊക്കെ പറയേണ്ടതാണ്. ഏതായാലും ഞാൻ ആദ്യത്തെ ഭാഗമൊക്കെ വിടുന്നു. ഈ വെളിപ്പാടിൻ്റെ 4-ാം അധ്യായം മുതലാണ് ദൃശ്യഭംഗിയുള്ള ഒട്ടേറെ കാഴ്ചകൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തുറക്കപ്പെട്ട സ്വർഗം യോഹന്നാൻ കാണുകയാണ്. ഈ തുറക്കപ്പെട്ട സ്വർഗം മറ്റു പലരും കണ്ടിട്ടുണ്ട്. സ്തെഫാനോസ്, സെയിൻറ്റ് പോള്, ഇവരൊക്കെ തുറക്കപ്പെട്ട സ്വർഗം കണ്ടവരാണ്. പക്ഷെ അതെല്ലാം എഴുതാൻ ദൈവം അവരെ അനുവദിച്ചില്ല. കൃത്യം അത് വിശദീകരിക്കാൻ ദൈവം കരുതി വെച്ചത് ഈ മനുഷ്യനെയാണ്. വയസ്സന്ന് 90 കേട്ടോ. 90 വയസ്സ് കഴിഞ്ഞു, ഇനി ഞാനെന്ത് ചെയ്യാനാന്ന് പറയരുത്. ഇനിയും കാണാം തുറക്കപ്പെട്ട സ്വർഗം. ആയുസൊട്ടും തീർന്നിട്ടില്ല, ഇനിയും കാണാം തുറക്കപ്പെട്ട സ്വർഗം. അപ്പോൾ ഈ തുറക്കപ്പെട്ട സ്വർഗത്തിലെ മനോഹരമായൊരു കാഴ്ച നമ്മളെപ്പോഴും ഈ സ്വർഗമേ കാണാവൂ. ചില സഹോദരിമാരൊക്കെ സ്വർഗം കണ്ട പുസ്തകം ഈ ബുക്ക് സ്റ്റാളിൽ കിട്ടും. ഒന്നും മേടിച്ച് തലയ്ക്ക് സുഖമില്ലാത്ത പരിപാടി ചെയ്യരുത്. തലയ്ക്ക് ഓളമുള്ള ഒത്തിരി കക്ഷികൾ ഇത്തരം കാഴ്ചകൾ കാണാറുണ്ട്. അതിൻ്റെ പുറകൊന്നും പോകല്. ബൈബിളിലുണ്ടല്ലോ നല്ല ഒന്നാന്തര സ്വർഗം. അത് കണ്ടാൽ മതി, അത് വായിച്ചാൽ മതി. ഏതായാലും ആ സ്വർഗം കണ്ടു. ആ സ്വർഗം ഞാനൊന്ന് വിശദീകരിക്കാം. ഭക്തൻ പറയുക, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എവിടെ കിടന്ന? പത്മോസിൽ, യെരുസലേമിൻ്റെ മനോഹാരിതയിൽ, സുലഭമായ ജീവിത സൗകര്യങ്ങളുള്ള സ്ഥലത്ത് കാണാത്ത കാഴ്ചകൾ കാണാൻ അവൻ ചിലപ്പോൾ പത്മോസ് നമുക്ക് ഒരുക്കും. ഒരുക്കപ്പെട്ട പത്മോസ് അനുഭവിക്കാൻ സമർപ്പണം ചെയ്തവനൊരു കാര്യം ഉറപ്പാ, തുറക്കപ്പെട്ടൊരു സ്വർഗം അവൻ്റെ കാഴ്ചയ്ക്ക് മുമ്പിൽ ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവമായി അവൻ കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് പത്മോസിലേക്ക് അയച്ചാൽ പോകാൻ മറക്കണ്ട. നമ്മളിപ്പോഴും പോവുകയില്ല, അവിടെ 2 കുടുംബമുള്ളെന്ന് പറഞ്ഞു. എന്നോടൊരിക്കൽ ഒരാൾ ചോദിച്ചു, എന്നെ ഇങ്ങനെ സ്ഥലം മാറ്റിയ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, എന്താ പറ്റിച്ചാ? നിങ്ങൾക്ക് ഓഫീസിലിരുന്ന് എഴുതിയാൽ മതി, എനിക്ക് ഷുഗറുള്ള കാര്യം നിങ്ങൾ ഓർത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛനും ഷുഗറുള്ള കാര്യം ഞാൻ ഓർത്തിട്ട് എന്ത് ചെയ്യാനാ? ആയ കാലത്ത് ഐസ്ക്രീമൊക്കെ ആവശ്യത്തിന് കഴിച്ച്, അല്ലെങ്കിൽ തന്നെ ഈ ഷുഗറുള്ളവരെ കണ്ടാൽ രൂപം തിരിച്ചറിയാം. അവരിത് കിട്ടിയ ആവശ്യത്തിന് അടിക്കും, 2-3 എണ്ണം കൂടെ മേടിച്ച് കഴിക്കും. എന്നിട്ട് പറയുക, എന്നെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. അച്ഛൻ മിനിസ്ട്രി തീർന്നിട്ടില്ല, അതിനെ അങ്ങോട്ട് ഇടുന്നേ. അവിടെ ചെന്ന് നോക്ക്, ഭക്തന് 2 കുടുംബം പോലും വേണമെന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു കാഴ്ച, തുറക്കപ്പെട്ട സ്വർഗം. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവരിയ്ക്കുന്നു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് ശുദ്ധ പളുങ്കിനൊത്ത ഒരു കണ്ണാടിക്കടൽ പുറപ്പെടുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിലെ കണ്ണാടിക്കടലിൻ്റെ ഇരുകരകളിൽ നിന്ന് യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. സിംഹാസനത്തിൻ്റെ മുമ്പിൽ 24 മൂപ്പന്മാർ. അവർക്ക് മനോഹരങ്ങളായ 24 കിരീടങ്ങൾ. അതിൻ്റെ മുമ്പിൽ 4 ജീവികൾ. 4 ജീവികളെപ്പറ്റി വർണ്ണിക്കുന്നു. അവയ്ക്ക് പിമ്പും മുമ്പും കണ്ണുണ്ടായിരുന്നു. നമ്മുടെ കണ്ണുകൾ മുമ്പോട്ട് മാത്രമേ കാണൂ എന്നുണ്ടെങ്കിൽ ഭൂതകാലത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ, വർത്തമാനകാലത്തിൽ ജീവിക്കാൻ, വരാനിരിക്കുന്ന കാലത്തെയും കാണുന്ന അകക്കണ്ണിന് ജ്വലനമുള്ള 4 ജീവികൾ. ആ 4 ജീവികളുടെ പ്രത്യേകത,
ഒന്നാം ജീവി സിംഹസദൃശ്യം, മറക്കരുത്, നമുക്ക് വിശദീകരിക്കാൻ വേണ്ടതാണ്. രണ്ടാം ജീവി കാളയോട് സദൃശ്യം. മൂന്നാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം, മനുഷ്യന് സദൃശ്യം. നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. 4 ജീവികളെ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. സ്വർഗത്തിൽ 4 ജീവികളും 24 മൂപ്പന്മാരും. 24 മൂപ്പന്മാർ, 4 ജീവികൾ. 24 മൂപ്പന്മാർ ബ്രദറിലെയാണോ, TPM-ലെ ആണോ, IPC-ലെ ആണോ, ഷാരോണിലെ ആണോ, WM-ലെ ആണോ എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. 24 മൂപ്പന്മാരും 4 ജീവികളും. ഒന്നാം ജീവി സിംഹസദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി പറക്കുന്ന മനുഷ്യന് സദൃശ്യം, നാലാം ജീവി കഴുകന് സദൃശ്യം. ഇത് മറക്കുമോ? ഇത് ഓർത്തിരിക്കുക. ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പകയോടിരിക്കുന്ന മനുഷ്യരാ. സിംഹം, കാള, മനുഷ്യൻ, കഴുകൻ. അവ ഇങ്ങനെ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. എന്നിട്ട് ഒരുത്തനോട് ഒരുത്തൻ, ശ്രദ്ധിച്ചു കേൾക്കണത്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറയുക, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഒരു ലൈനിൽ ഇത്രയും പറയും, ഒരിടവേള പോലുണ്ട്, പിന്നെയും പറയും. അതിന് കാരണമുണ്ട്. ഈ ജീവികൾ പറയുമ്പോൾ ദൈവം ഏകനാണ്, പക്ഷെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് നിത്യമായി നിലകൊള്ളുന്ന 3 തത്വങ്ങളുണ്ടതിൽ, 3 വ്യക്തിത്വങ്ങളുണ്ടതിൽ, 3 സവിശേഷതകളുള്ള എന്നേക്കും നിൽക്കുന്ന, നിത്യമായി നിൽക്കുന്ന എൻറ്റിറ്റികൾ 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അവ പറഞ്ഞു ഹോളി ഹോളി ഹോളി. ഈ പാട്ടിങ്ങനെ പാടിയിരിക്കുമ്പോൾ മുഖം മറച്ചു പിടിച്ചു എന്നല്ല, മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ഒരുത്തൻ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയാം. അച്ചടക്ക നിർബന്ധമുള്ള പ്രിൻസിപ്പൽ നടന്നു പോകുമ്പോൾ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് വായിക്കുന്ന കുഞ്ഞ് അടുത്ത ആളോട് പറയാ, ദേ മാഷ് വരുന്നു, മാഷ് വരുന്നു, മാഷ് വരുന്നു. പറഞ്ഞ് ശബ്ദം കൂടി ഒടുക്കം കെരൂബുകൾ പറയുമ്പോൾ അവയാർക്കുന്ന ശബ്ദത്തിൻ്റെ ഇരമ്പൽ കൊണ്ട് ദേവാലയം മുഴുവൻ അതിൻ്റെ പ്രകമ്പനം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഈ മഹാദൈവത്തെയാണ് നമ്മൾ ഹൃദയം തുറന്നിരുന്ന് ആരാധിക്കുന്നത് എന്ന ബോധം നമുക്ക് കൂടുതൽ കരുത്താകട്ടെ. മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ ദൂതഗണങ്ങളിൽ ഒരു വിഭാഗം ആരാധിക്കുമ്പോൾ ആരാധന വളരെ മനോഹരമെങ്കിലും തമ്പുരാൻ്റെ ഇഷ്ടം നമ്മുടെ കൂടെ ആരാധിക്കുന്നതാണ്, നമ്മുടെ ആരാധന കൈപ്പറ്റുന്നതാണ്. സ്വർഗാതിസ്വർഗത്തിലെ ദൂതഗണങ്ങളുടെ മനോഹരമായ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിക്കുന്ന ഉല്ലാസനിർഭരമായ ആരാധനയേക്കാൾ സ്വർഗം വിലമതിക്കുന്ന ആരാധന ഈ ഐക്യ കൺവെൻഷനിൽ നമ്മൾ ആരാധിക്കുന്നതാണ്. സംശയമുണ്ടോ? സംശയിക്കണ്ട. അതിന് കാരണം പറയാം. ലോകത്തിലെ സകല മതങ്ങളും ദൈവത്തിനൊരു സ്ഥാനം പേർ ചൊല്ലി വിളിക്കും. അത് കുറ്റമൊന്നുമല്ല കേട്ടോ, വിമർശനമല്ല. ഞാനൊന്നാമത് ഈ അന്യമതസ്ഥരെ വിമർശിക്കുന്ന ഒരാളല്ല. എനിക്കൊട്ടും വിശ്വാസം വരുന്നില്ല ഇത് കേട്ടല്ലേ. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നയം നമ്മുടെ നയം. ആദ്യം ആറ്റോമിക ബോംബ് പരീക്ഷിക്കുകയില്ല, മനസ്സിലായില്ലേ? നമ്മളായിട്ടൊരു കാരണം ഉണ്ടാക്കില്ല. പണ്ടൊരു സഹോദരി പറഞ്ഞു, ഇപ്പോൾ വന്ന വഴക്ക് വിടുന്നുമില്ല, പുതിയത് പിടിക്കുന്നുമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ആ വഴി നമ്മൾ ഒത്തിരി പോകണ്ട. ചുരുക്കി പറഞ്ഞാൽ സംഭവിച്ചെന്താ? ലോകത്തിലെ സകല മതങ്ങളും ദൈവത്തെ ചിലർ ഈശ്വര, അല്ലേ ദൈവമേ, വേണ്ട നമുക്ക് ബൈബിളിലേക്ക് തന്നെ വരാം. ജൂതൻ വിളിക്കും യാഹുവേ, എൻ്റെ യഹോവേ എന്ന് വിളിക്കും. യാഹുവേ, അഡോണായ് ഇതൊക്കെ വിളിക്കും. എൻ്റെ നാഥ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈശ്വര എന്നൊക്കെ വിളിക്കും. നിങ്ങൾക്ക് പക്ഷേ ഒരു കാര്യം അറിയാമോ? നാം എങ്ങനെയാണ് ദൈവത്തെ വിളിക്കുക? ഉലകം മനസ്സിലാക്കിക്കൊള്ളുക. ചരിത്രത്തിൻ്റെ ഇന്നുവരെയുള്ള വികാസ പരിണാമങ്ങളിൽ അത്യുന്നതനെ, സർവശക്തനെ, ആത്യന്തികനെ,
സൃഷ്ടാവായ ദൈവത്തെ യേശുവിൻ്റെ അനുഗാമികൾ മാത്രം വിളിക്കുന്ന ഒരു പേരുണ്ട്. യേശുവിൻ്റെ അനുഗാമികൾ മാത്രം വിളിക്കുന്ന പേര് ഒന്നുകൂടി പറയാം. only we people addressing Almighty as Father, 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 Heavenly Father. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ളൂ. അത് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പിതാവേ എന്ന തമ്പുരാനെ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ആ വിളി കേട്ടിട്ട് ഇനി വരും. അതാ സ്നേഹം കൊണ്ട് വരുന്ന. അല്ല, ദൂതഗണങ്ങളുടെ ആരാധന മോശമായിട്ടല്ല, സ്നേഹം തന്നെ വിടാ. 4-5 മക്കളുടെ അടുത്തൊക്കെ മക്കൾ തന്നെ പറയല്ലേ, പപ്പായ്ക്ക് ഇഷ്ടം അവനോട് എനിക്കറിയാം. അതിന് കാരണം പപ്പായ അങ്ങോട്ട് സ്നേഹിച്ചാലേ പപ്പ ഇങ്ങോട്ട് സ്നേഹിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൊതുവിലൊരു സ്നേഹമുണ്ട്, അത് നിനക്ക് തരും. ഓഹരിയും നിനക്ക് തരും. പിണക്കമൊന്നുമില്ലെന്നേ. ഇത് റെസിപ്രോക്കലല്ലേ, കൊണ്ടും കൊടുത്തും ഒക്കെ മേടിക്കേണ്ടതാ, കൊടുത്തു വാങ്ങേണ്ടതാ ഇതല്ലേ. സ്തോത്രം. ആർക്കെങ്കിലും ദൈവത്തിന് സ്നേഹം കുറഞ്ഞുപോയി എന്ന് തോന്നുന്നെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, അങ്ങോട്ട് സ്നേഹം പകരണം. അവനുള്ള സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ സ്നേഹം നിറഞ്ഞു കവിയുന്ന അനുഭവത്തിൽ തൻ്റെ മക്കൾക്ക് ഇങ്ങോട്ട് ലഭിക്കും. സ്തോത്രം. ഈ കാഴ്ചകൾക്ക് നടുവിൽ ഈ രംഗം മറക്കരുത്. തുറക്കപ്പെട്ട സ്വർഗം. ഈ ജീവികൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴൊക്കെ മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെക്കും. അതുകൊണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ സ്വർഗത്തിൽ പോകുന്നത് ഒത്തിരി കിരീടമൊന്നും കിട്ടാനല്ല. മനസ്സിലായോ? എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു കിരീടവും വേണമെന്നില്ല. ഒരു കിരീടവും വേണമെന്നില്ലെന്ന് പറയാൻ കാരണം എൻ്റെ എളിമത്തം കൊണ്ടല്ല. ഞാൻ അതിൻ്റെ തക്കതായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കിരീടം കിട്ടാൻ പാകത്തിന്. ഒത്തിരി കിരീടം എന്തിനാ? മറ്റൊന്ന്, പിന്നെ നിങ്ങളെല്ലാം ഓരോ കിരീടം വെക്കുമ്പോൾ നമുക്കും തരക്കേടില്ലാത്ത പഴയ ഒരെണ്ണം കിട്ടിയാൽ കുഴപ്പമില്ലെന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളെല്ലാം കിരീടം വെച്ച് പോകുമ്പോൾ സാധുവായ നമുക്കവിടെ ഉണ്ടെങ്കിലൊരു കിരീടം, അല്ല നമുക്ക് അത് നിർബന്ധമൊന്നുമില്ല. സ്വർഗത്തിൽ പോകുന്ന കിരീടം കിട്ടാനോ തങ്കത്തെരുവീതി വഴി ഉല്ലസിച്ച് നടക്കാനോ ജീവവൃക്ഷത്തിൻ്റെ ബലം, ഇതൊന്നും എനിക്ക് വലിയ വിഷയമല്ല. കണ്ടങ്ങൾ പിണങ്ങി എന്നോട് പറയാം, നീ തങ്കത്തെരുവീതി വഴി നടക്കണ്ട, എവിടെയെങ്കിലും ഇരുന്നു എന്ന് പറഞ്ഞാലും എനിക്കതിലൊരു വിരോധമില്ല. എൻ്റെ കാര്യം തുറന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇതിനൊന്നും അല്ലെന്ന് സ്വർഗത്തിൽ പോകുന്നേ. ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ പോകുന്ന എന്തിനാന്ന്. സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ ആഗ്രഹം എത്ര പേർക്കുണ്ട്? കിരീടം കിട്ടുന്ന കിട്ടട്ടെ, തങ്കത്തെരുവീതി വഴി പോകാമെങ്കിൽ പോകട്ടെ, പക്ഷെ എൻ്റെ ഇഷ്ടം എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണണം, അവനെ ആലിംഗനം ചെയ്യണം, അവനെ ചുംബിക്കണം, അവനൊപ്പം യാത്ര ചെയ്യണം. എൻ്റെ പ്രണയമായവൻ, സ്നേഹമായവൻ, പ്രാണനം തന്ന് വീണ്ടെടുത്തവനോട് ചേർന്ന് ജയത്തിൻ ജീവിതം നയിക്കണം. അതിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ബാക്കിയൊക്കെ പിന്നാലെ വരുന്ന കാര്യം നീ മനസ്സിലായോ? പിണങ്ങരുത്. വിഷയത്തിലേക്ക് വരണം. ശ്രദ്ധിക്കണേ. ഇവിടെ ഈ കാഴ്ചക്കിടയ്ക്ക് മറ്റൊരു കാഴ്ച കണ്ടു. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ പക്കൽ ഒരു പുസ്തക ചുരുൾ. ഈ ചുരുളിങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് ജീവികളുടെ നാലിൻ്റെയും നടുവിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. ഈ പുസ്തകവും അതിൻ്റെ മുദ്രയും ഭേദിപ്പാൻ കരുത്തുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ യോഗ്യനായവൻ മുമ്പോട്ട് വരട്ടെ. ഞാൻ നോക്കി, ആരെങ്കിലും യോഗ്യന്മാരുണ്ടോന്ന്. ഒരു യോഗ്യനെയും കണ്ടില്ല. മനസ്സിലായില്ലേ? ഒറ്റ യോഗ്യനെയും കാണാതെ വന്നപ്പോൾ യോഹന്നാൻ കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ എഴുന്നേറ്റ്, കരയണ്ട. അന്നാ എനിക്ക് മനസ്സിലായത്, ഈ മൂപ്പൻ IPC അല്ല, ഷാരോനല്ല, ചച്ചക്കോടല്ല, അസംബ്ലി സുഗുഡുമല്ല, WME അല്ല, ഇതൊന്നും അല്ലെന്ന്. കാരണം ഈ മൂപ്പൻ്റെ ശബ്ദം കേട്ടു, കരയരുതെന്ന്. കരയണ്ട. ഇതിൻ്റെ പരിചയപ്പെടുത്തി. യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും ഭേദിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. നല്ലൊരു ഇൻട്രൊഡക്ഷൻ യേശുവിനെ പറ്റി പറഞ്ഞു. നമ്മുടെ ബാബുച്ചാനും ഞാനും വർഷങ്ങളിലെ സൗഹൃദമാണ്. അപ്പം എനിക്കും ബാബുച്ചാനും ഒരേ പ്രായമായെന്നുള്ള നിലയിലാണ് നിങ്ങളുടെ ആ ഇരിപ്പ്. കുഴപ്പമില്ല. അങ്ങനെങ്കിലും 10 പേരെന്നെ ഒന്ന് ബഹുമാനിക്കട്ടെ. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ചിലത് പറയുക,
ആർക്കാ ബഹുമാനം കൊടുക്കേണ്ടത്? ബഹുമാനം കൊടുക്കേണ്ടത് പ്രായത്തിന് മാത്രമല്ല. പ്രായത്തിന് ആ ബഹുമാനം കൊടുക്കുന്നെങ്കിൽ ആമയെ വേണമായിരുന്നു ബഹുമാനിക്കാൻ എല്ലാവരും. ആമയ്ക്ക് ഏറ്റവും അധികം പ്രായമുണ്ടല്ലേ. പ്രായം ബഹുമാനം അർഹിക്കുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും ബഹുമാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. സർവശക്തനാണ് ബഹുമാനം കൊടുക്കേണ്ടത്. സ്തുതിയും ബഹുമാനവും പുകഴ്ചയും എല്ലാം ദൈവത്തിനാണ്. ആരാണ് ഈ യോഗ്യൻ എന്ന് നോക്കിയപ്പോൾ പറയാ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേര്. എന്തൊരു പരിചയപ്പെടുത്തല. യോഹന്നാൻ അപ്പോൾ ഒന്ന് നോക്കി, ഇതാരാ പുള്ളി? നോക്കിയപ്പോൾ മനസ്സിലാക്കുന്നു, ഇത് രണ്ടുമല്ല യോഹന്നാൻ കണ്ടത്. പരിചയപ്പെടുത്തിയ മൂപ്പൻ പറയാ, യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേര്. രാജാധികാരമുള്ള ഗർജിക്കുന്ന സിംഹത്തെ കാട്ടി അപ്പുറത്ത് പൈതൃകമുള്ള രാജകുലത്തിൽപ്പെട്ട യഹൂദഗോത്രത്തിൽപ്പെട്ട ആ സിംഹത്തിന്റെ പാരമ്പര്യത്തെപ്പറ്റി ബോധ്യപ്പെടുത്തി. പക്ഷേ ഇത് രണ്ടുമല്ലാത്തൊരു കാഴ്ച കണ്ട് യോഹന്നാൻ വിസ്മയിക്കുകയോ. അദ്ദേഹം പറയാ, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതാ കൃപയനുഭവിച്ച ദൈവമക്കൾക്ക് രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ ഒരു കുഞ്ഞാടിനെ പോലെ സൗമ്യനായി നമ്മുടെ അരികിൽ ഇന്നുണ്ട്. അവന് കഴിവില്ലാഞ്ഞിട്ടല്ല, രാജ്യത്വമില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല. അവൻ ഗർജിക്കും. ആ ഗർജനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഉഗ്രപ്രതാപങ്ങൾക്ക് സാധിക്കില്ല. സകല മുഴങ്കാലും മടങ്ങുന്ന, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നസ്രായകനെ കണ്ടിട്ട് യോഹന്നാൻ പറയാ, അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു. രക്തമൊലിപ്പിച്ച് ജയാളിയായി നിൽക്കുന്ന ഈ കുഞ്ഞാട് ഒരു കാര്യം തെളിയിക്കുക. എന്താണ് ഈ കുഞ്ഞാട് രക്തം ചൊല്ലി നിൽക്കുന്നറിയണ്ടേ? ലോകത്തിൽ ഇന്ന് വരെ ചെന്നായ്ക്കളുടെ മടയിലേക്ക് ഓടിക്കയറിയ ഒരാളും തിരിച്ചു വന്ന ചരിത്രമില്ല. പിച്ചു ചീന്തി കടിച്ചു പറിച്ച് മാംസം തിന്ന് അസ്ഥിയും കടിച്ചു പറിച്ച് കുടയുമ്പോൾ ചെന്നായ്ക്കളുടെ വച്ചത്തിലേക്ക് ഇരമ്പിക്കയറി ജയമെടുത്തു വന്നവൻ ഒരാൾ മാത്രം. അവനെ ഇന്ന് രാത്രി ഉയർത്തിക്കൊണ്ട് ഞാൻ ദൈവമക്കളോടായി പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കയില്ല. മരണത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഒന്നിനെയും ഭയമില്ലാത്ത രാജാതി രാജാവ്, കർത്താതി കർത്താവുമാണവൻ. പക്ഷേ സ്നേഹം കൊണ്ടവനിക്കവൻ കുഞ്ഞാടാണ്. ഹല്ലേലൂയ. കുഞ്ഞാട് വന്നു, കൈ നീട്ടി, ഈ മുദ്രാപുസ്തകം ഇഞ്ഞു വാങ്ങി ലാഘവത്തോടെ അവനൊന്ന് തുറന്നു. ഇവിടെ മുതല നമ്മൾ വായിച്ചതിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളോട് പറയാം. 7 മുദ്രകളാകെയുണ്ട്. അതിൽ 6-ാം അധ്യായത്തിൽ 6 മുദ്രയും ഭേദിക്കും. 6 മുദ്രയിലേക്ക് നമുക്ക് പോകണ്ട, 4 മുദ്രകൾ മതി. ഈ 4 മുദ്രകളിൽ 4 കുതിരകളെ നിങ്ങൾക്ക് കാണാം. ആ കുതിരകളുടെ നിറം ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ കുതിര ഒരു വെള്ളക്കുതിരയാണ്. രണ്ടാമത്തെ കുതിര ഒരു ചുവന്ന കുതിരയാണ്. മൂന്നാമത്തത് കറുത്ത കുതിരയാണ്. 4-ാമത്തെ കുതിരയെ സംബന്ധിച്ച് ദേവദാസൻ വായിച്ച വാക്യം നമ്മൾ കേട്ടെങ്കിലും ഒരു ഭേദഗതി ഞാൻ പറയാം. 4-ാമത്തതൊരു മഞ്ഞക്കുതിര എന്ന് മലയാളം ബൈബിളിൽ. പക്ഷെ മറ്റൊരു വിഷയമുണ്ട്. 4-ാമത്തെ കുതിര ഒരു പച്ചക്കുതിരയാണ്. നിങ്ങളെന്തിനാ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? ഒരനർത്ഥവും ഭവിക്കില്ലെന്ന് ഇപ്പം പറഞ്ഞിട്ടിരിക്കില്ലേ? ഞാൻ ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾ ആരെങ്കിലും അത് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അത് ചെയ്തോ, എനിക്കൊരു വിരോധമില്ല. അതിനല്ലല്ലോ അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് ശ്രദ്ധിക്കാനും പറഞ്ഞ. എങ്ങനെയാ പറഞ്ഞ? 4-ാമത്തെ കുതിര പച്ചക്കുതിര. പച്ചക്കുതിര എന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കുന്ന സാധനമല്ല. അത് വർഷങ്ങളായിട്ട് മനുഷ്യനെ പറ്റിക്കുക. കാശ് കിട്ടും എന്ന് പറഞ്ഞു. ഇത്ര നാളായിട്ട്, നൂറ്റാണ്ടായിട്ട് മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം കിട്ടും എന്ന് പറഞ്ഞല്ലേ? ആ സംഗതിയല്ല. ക്ലോറോസ് എന്ന് ഗ്രീക്കിൽ കിടക്കുന്നു കുതിരയുടെ നിറം. ക്ലോറോസ്. അതിനെക്കുറിച്ചറിയാൻ ആൺപിള്ളേരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് മെടുക്കി പെൺപിള്ളേരാണ്. കുഞ്ഞെ എന്താ ക്ലോറോസ് എന്നറിയണ്ടേ? പച്ച നിറം സസ്യങ്ങൾക്ക് നൽകുന്നൊരു രാസവസ്തുവുണ്ട്, ക്ലോറോഫിൽ. ക്ലോറോസ് ഹരിതക വർണ്ണം കൊടുക്കുന്ന ആ കെമിക്കലാണ്. അപ്പോൾ പച്ച നിറമാണിത്. ഇംഗ്ലീഷിൽ കിടക്കുന്നു പെയിൽ ഗ്രീൻ, വിളറിയ പച്ച. അതാ ശരി പരിഭാഷ. പക്ഷെ വിളറിയ പച്ച എന്ന് കണ്ടപ്പോൾ മലയാളത്തിൽ പരിഭാഷ ചെയ്തൊരിടത്ത് വിളറിയ പച്ച മഞ്ഞയായിരിക്കുമല്ലോ. പച്ചയില പഴുത്താൽ മഞ്ഞയാകുമല്ലോ.
മഞ്ഞയല്ല, എന്നാൽ മഞ്ഞ പോലൊക്കെ ഇരിക്കും. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പലപ്പോഴും ഇത് മഞ്ഞയാണെന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച് കുളവാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ എന്താണ് ഈ 4 കുതിരകൾ? ഈ കുതിരകൾ പ്രതികരിക്കുന്ന ആശയപ്രശ്നമെന്ത്? അതിലേക്കാണ് ഇനി പോകുന്നത്. ഈ കുതിരകളെ വ്യാഖ്യാനിച്ച പലരും പറഞ്ഞ പരമ്പരാഗത ചിന്തയോട് എനിക്ക് യോജിപ്പില്ല. അതിന് പിണങ്ങാൻ വരട്ടെ. ഞാൻ ഈ കുതിരയെക്കുറിച്ച് എഴുതിയ മിക്ക പണ്ഡിതന്മാരുടെയും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പുസ്തകങ്ങൾ പരതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ പരതുമ്പോൾ പറയുന്നു വെള്ളക്കുതിര എതിർ ക്രിസ്തുവാണ്. എനിക്ക് യോജിപ്പില്ല. വെള്ളക്കുതിര ആദ്യം സമാധാനം പറഞ്ഞു വന്ന് ആയുധധാരിയായി മാറി അവൻ ചുവന്ന കുതിരയായി യുദ്ധം ചെയ്ത് കറുത്ത കുതിരയായി ക്ഷാമം വിതച്ച് മഞ്ഞക്കുതിരയായി മരണം വിതയ്ക്കും. ഇതാണ് വ്യാഖ്യാനം. യോജിപ്പില്ലാത്ത കാര്യം, ഒരു കുതിരയ്ക്ക് വരുന്ന നിറഭേദമല്ല ഇവിടെ. 4 കുതിരയാണ്. കാരണം രണ്ടാമത് വായിക്കുമ്പോൾ പറയുക മറ്റൊരു കുതിര പുറപ്പെട്ടു. നോട്ട് ദ സെയിം, നോട്ട് ദ പ്രീവിയസ് വൺ. മറ്റൊരു കുതിര, അനദർ ഹോസ്. ആർട്ടിക്കിൾ മാറി, മറ്റൊരു കുതിരയാണ്. അതുകൊണ്ട് മാത്രം വിശ്വസിക്കേണ്ട. മറ്റൊരു കാര്യം കൂടെ ഉണ്ടേ. ഇതാ 4 ജീവികളുടെ ഗർജന സ്വരം. ഒന്നാം ജീവി വിളിക്കുന്നു വരിക. വിളിച്ചത് സിംഹമുഖമുള്ളൊരു ജീവിയാണ്. സിംഹമുഖമുള്ള ജീവി വിളിച്ചപ്പോൾ വന്നത് ഒരു വെള്ളക്കുതിര. ചേരുംപടി ചേർത്ത് വെച്ചാട്ടെ. കാളമുഖമുള്ള ജീവി വിളിച്ചപ്പോൾ വന്നത് ഒരു ചുവന്ന കുതിര. മനുഷ്യമുഖമുള്ള ജീവി വിളിച്ചപ്പോൾ വന്നത് ഒരു കറുത്ത കുതിര. കഴുകൻ വിളിച്ചപ്പോൾ വന്നത് വിളറിയ പച്ചക്കുതിര. 4 വ്യക്തത വന്നോ? ഏതെങ്കിലും ഒരു വ്യാഖ്യാന കൃതിയിൽ ഈ ജീവികളുടെ വിളിയെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. എന്തിനാണ് ഈ ജീവി വിളിച്ചത്? മാത്രമല്ല ഈ ജീവികളുടെ വിളിയുടെ പ്രത്യേകത അത്യുച്ചനാദത്തിലാണ് വിളിക്കുന്നത്. ഗർജിക്കുന്ന ഇടിമുഴക്കം പോലെ വിളിച്ചു എന്നാണ്. ഇപ്പോൾ ഗൗരവമില്ലേ? ഗൗരവമുണ്ട്. പറയാം. പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മോനെ നമ്മൾ വിളിച്ചു, മോനെ ഇഞ്ഞു വന്നേ, വരുന്നേ, അവൻ പിന്നെ അടിച്ച ഗോളടിക്കാൻ പോവാ. മോനെ അത്യാവശ്യം ഇതാ വരുന്നു. ഒരു 3-4 റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ വിളിയിലോട്ട് ടോണ് മാറുകയല്ലേ, മോനെ ഡാ. ഇതാ അത്യുച്ചനാദമുള്ള വിളി. ഗൗരവമുണ്ടെന്ന്. സംഗതി ഗൗരവ. ആ വിളിയായത്. ജീവി വിളിക്കുക, വരിക. ഇതാ വന്നു, പ്രസൻ്റായിട്ടുണ്ട്, ഞാനുണ്ടേ എന്ന് പറയും പോലെ ഒരു വെള്ളക്കുതിര. ഈ ജീവികളുടെ വിളിയെപ്പറ്റി മിക്ക വ്യാഖ്യാതാക്കളും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ വ്യാഖ്യാതാക്കൾ അറിയാൻ പാടില്ലാത്തൊരു സമയം വരെ പറയും വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നു. രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഇങ്ങനെ കോളവാക്കിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്താലും യാതൊരു പ്രശ്നമില്ല, സ്വർഗം റിസേർവ്ഡാണ്. എബ്രായ ലേഖനത്തിലെ കടുകട്ടിയായ വാക്യം ഉച്ചയ്ക്ക് കൂടം കൊണ്ട് നിൽക്കുക അവരുടെ. അവിടെ നിന്ന് വിളിച്ചു പറയും, ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം അല്ലെങ്കിൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച മനുഷ്യൻ വീണ്ടും പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ ക്രൂശിക്കും. അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളവരല്ല. മനസ്സിലായില്ലേ? ഒരിക്കൽ പ്രകാശം ലഭിച്ചവൻ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവൻ, വാഗ്ദത്തത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവൻ പിന്മാറിപ്പോയാൽ അവനെ രക്ഷയിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല എന്ന് പച്ചക്ക് എഴുതി വെച്ചപ്പോൾ പറയുക ഒരു കുഴപ്പവും ഇല്ലെന്ന്. എന്നാൽ അച്ഛൻ ഇതൊന്ന് വ്യാഖ്യാനിക്ക്. വിസ്താര ഭയത്താൽ വിട്ടുകളയുക. ഈ പേടി ഇതിൻ്റെ ആയുസി മാറുകയല്ല. മനസ്സിലായോ? ചിലരെ പേടി ഇനി വായിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇത് മാറും. ഇത് മാറുമെന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാൻ രസാവഹമായൊരു കാര്യമാണ് പറയുന്നത്. ഈ ഭയം മാറുക എന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. ചിലരുടെ ഉള്ളിൽ ആ ഭയം അങ്ങനെ കിടക്കും. എന്തു വന്നാലും അതാണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ പേടിക്കാനാണെങ്കിൽ ഞാൻ പേടിച്ചുരുകേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് പേടിക്കാൻ നമുക്ക് പേടിയില്ലാഞ്ഞിട്ടല്ല, ഈ പലതവണ ആയപ്പോൾ പേടിയോടുള്ള റെസ്പെക്റ്റ് അങ്ങ് പോയി. മനസ്സിലായോ പറഞ്ഞേ?
പേടിയോട് നമുക്കൊരു ബഹുമാനമില്ലേ, അതങ്ങ് പോയി കിട്ടിയെന്നാണ്. അതാ വിഷയം. ഇപ്പോൾ ഈ വ്യാഖ്യാതാക്കൾ പലരും ഇങ്ങനെ കുഴങ്ങും, ഇങ്ങനെ കറങ്ങും, ഉത്തരം പറയാനാവില്ല. അപ്പോൾ നമുക്ക് വസ്തുതയെന്ന് കൃത്യമായി പരിശോധിച്ച് പോകാം. സന്തോഷമല്ലേ? മനസ്സിലാകുന്നില്ലേ? കൂടുതൽ അറിയാൻ ഞാനിതൊക്കെ പ്രസംഗിച്ചിട്ട പല യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട, മറ്റു പലയിടത്തുണ്ട് അത് ചെയ്തു. അല്ല, ഞാൻ എനിക്കായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് പറയല്ല, മറ്റ് പലരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആര് ചെയ്യുന്നതിന് എനിക്ക് വിരോധമുള്ള ആളുമല്ല. ഇല്ല, എന്നോടൊരാൾ പറഞ്ഞു ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുന്നൂടെ ചെയ്തോളാൻ പറഞ്ഞു. ഒരു വിഷയമില്ല, അന്ത്യനിമിഷം വരെയും പകർത്തി, യാതൊരു കുഴപ്പമില്ല. പിന്നെ അതൊന്ന് പറഞ്ഞേക്കണം, കാരണം അകത്ത് പറയേണ്ടതും പുറത്ത് പറയേണ്ടതുണ്ടല്ലേ. ചില മഹാന്മാർക്ക് അതറിയില്ല, അകത്ത് പറയേണ്ടല്ല, നാട്ടുകാരെ കേൾപ്പിക്കും. മനസ്സിലായില്ലേ? അകത്ത് വിമർശിക്കേണ്ടത്, അകത്തെ കുറ്റം ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പോയിരുന്നു പറയുന്നതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നീ കുടുംബത്തിൽപ്പെട്ടവരാണ്, അകത്തെ കാര്യം പോയിട്ട് പുറത്ത് പറയുക. അകത്തെ കാര്യം അകത്ത് പരിഹരിക്കണം, അതിന് ലൈവ് ചെയ്യരുത്. ആഭ്യന്തര തർക്കങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, സ്ഥലം മാറ്റം, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഇവിടെ അകത്ത്. സന്തോഷമല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേ, കുതിരയെ ചേർത്ത് നമുക്കൊന്ന് വെക്കാം. ഒന്നാമത് വന്ന് ഈ ജീവിയെ പരിശോധിക്കണം. സിംഹം. പൊരുൾ വിസ്തരിക്കാൻ പോവാം, ശ്രദ്ധിച്ച് കേൾക്കണം. സിംഹം ചരിത്രത്തിൻ്റെ ഇതുവരെയുള്ള പാഠങ്ങളിൽ പ്രതിനിധീകരിക്കുന്നത് എന്താണ് എന്ന് പറയാൻ എനിക്ക് നേരെ കർത്താവിലേക്ക് തന്നെ കടക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള വരവ്, ജഡധാരിയായ യേശു വന്നത്, ജഡം ധരിച്ചത് ആകസ്മിക സംഭവമല്ല. കർത്താവ് അവതരിച്ചു എന്നല്ലേ പറയാറുണ്ട്. ആ പ്രയോഗം അത്ര ശരിയല്ല. നോട്ട് ഇൻകാർണേറ്റഡ്, ബട്ട് ഹി മാനിഫെസ്റ്റഡ്. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അവതരിക്കല്ല. ഒരു പാട്ടുണ്ടല്ലോ, അവതരിച്ചത് വെറും കഥയോ, അത് കഥയാന്ന് പറഞ്ഞേക്കണം. മനസ്സിലായില്ലേ? കർത്താവ് അവതരിക്കല്ല, ജഡത്തിലിങ്ങു വന്നു. ജഡത്തിൽ വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മനസ്സിലായോ? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പിറവി കൊള്ളുന്നത് ഒരാകസ്മിക സംഭവമല്ല. എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചു കഴിഞ്ഞ് വ്യാഖ്യാനിച്ചൊപ്പിച്ച് യേശുവിനെ ദൈവമാക്കിയതല്ല നമ്മൾ. പണ്ടൊരു ടീച്ചർ, അതുപോലെ മുടിയുള്ളൊരു ടീച്ചറായിരുന്നു. ഒരു കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തല ഇങ്ങനെ ടാട്ടിയ ഒടിക്കും, മുടിയെല്ലാം കൂടെ മുമ്പോട്ട് വീണു. അവരതിങ്ങനെ കോതി പുറകോട്ടിട്ടപ്പോൾ കുട്ടികൾ ഓർത്തു ഇത് ഒരു സ്റ്റെപ്പാണ്. കുട്ടികൾ ഇതുപോലെ തന്നെ കാണിച്ചു. ഈ അബദ്ധം ഇങ്ങനെ തുടരുക. ടീച്ചർക്കും പിൻവലിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ പറഞ്ഞു അത് ഒരു സ്റ്റെപ്പാണ്. അല്ല, ഞങ്ങൾ വ്യാഖ്യാനിച്ച് നൃത്തം അല്ലാത്തതിനെ നൃത്തമാക്കത്തില്ല. യേശുവിനെക്കുറിച്ച് 200-ലധികം പ്രവചനം യേശു ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. യേശു എവിടെ ജനിക്കണം, ഏത് ഗോത്രത്തിൽ ജനിക്കണം, ഏത് സ്ഥലത്ത് ജനിക്കണം, അവൻ മിസ്രയീമിലേക്ക് പോകണം. അവൻ മിസ്രയീമിൽ തിരികെ വരുമ്പോൾ നസ്രായൻ എന്ന് വിളിക്കപ്പെടണം. അവൻ നസ്രത്തിൽ വളരണം. നസ്രത്തിൽ വളർന്നവനെ നസ്രായൻ എന്ന് വിളിക്കണം. മാത്രമല്ല, 12 വയസ്സിൽ യേശുവിനെ നഷ്ടപ്പെട്ടു പോകുന്ന ആ കാലത്തിനും 18 വയസ്സിനും ശേഷമുള്ള യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് വീണ്ടും നിരവധി പ്രവചനങ്ങൾ കൃത്യമായി തിരുവെഴുത്തിൽ എഴുതി വെച്ചു. അവൻ എങ്ങനെ മരിക്കണം, ദൈവത്തിന്റെ ക്രിസ്തു കഷ്ടമനുഭവിച്ച് ക്രൂശു സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം എന്ന് കൃത്യം എഴുതി വെച്ചതുപോലെ ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ ഒരുവൻ മാത്രമേ ഉലകത്തിലുള്ളൂ. അവിടുത്തെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അല്ല, സംഭവിച്ച സംഭവങ്ങളെ വ്യാഖ്യാനിച്ചുരുട്ടുകല്ലിത്. അതിന് കാരണമുണ്ട്, പറയാം. ഞാൻ ഒരു ചർച്ചയിൽ എത്തിസ്റ്റുകളാണ് അപ്പുറത്ത്, എന്ന് വെച്ചാൽ നിരീശ്വരവാദികളായ ആളുകൾ. അവരാരും മോശപ്പെട്ടവരല്ല, എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അവരോട് സൗഹൃദം കൂടുന്നത് ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല മനുഷ്യർ അവരാണ് അപ്പുറത്ത്. ഒന്നാമത് ഈ എത്തിസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഈ പറച്ചിലേ ഉള്ളൂ, മഹാപേടിത്തൊണ്ടന്മാരാണ് ഉള്ളിൽ. ഞാനൊരു വസ്തുത പറയാം.
എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ഒരു എത്തിസ്റ്റ്. വർഷങ്ങൾക്കപ്പുറത്ത് ഞാനും അമ്മയും തന്നെ ഉള്ളൂ. അപ്പോൾ ഇവൻ എന്നെ കാണാൻ വന്നു. നമുക്ക് വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥനയ്ക്കിരിക്കുക, അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിവനോട് ദൈവത്തെ പറ്റിയൊക്കെ പറഞ്ഞു. എന്ത് ദൈവമാടാ, എത്രയോ മനുഷ്യർ ചാകുന്നു, ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ മരിക്കുന്നു, ഭക്ഷണം കിട്ടാതെ മരിക്കുമ്പോൾ നിൻ്റെ ഈ ദൈവം എവിടെ ഇരിക്കുക? ഒത്തിരി കഥകൾ അവൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവന് കൊടുക്കേണ്ട ആയുധം ഇതല്ല, ഡോസ് വേറെ ഉണ്ട് ഞങ്ങളുടെ. ഞാൻ ചോദിച്ചു, നീ ഇന്നിനെയും പോകുന്നുണ്ടോ? ഉണ്ട്. ഇതുവഴിയാണ് പോകുന്നത്? സ്ഥലം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശ്മശാനത്തിൻ്റെ അതിൻ്റെ താഴെ കൂടല്ലേ. വഴികൾ കൃത്യം പറഞ്ഞു ഇടാ, ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കൂടെ പഠിച്ച് ഇന്നാരും ആത്മഹത്യ ചെയ്ത് അവനെ ഇടയ്ക്ക് അവിടെ അല്ലേ. ഓരോന്നും പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ഇവൻ പോകുന്നില്ല. ആശാൻ പോകുന്നില്ലെന്ന് ഒരു കാരണമില്ല, പോകുന്നില്ല. മനസ്സിലായില്ലേ? ചിലർക്ക് പിശാചി വിശ്വാസമില്ല, അത് തെറ്റാന്നാണ് പറയുന്നത്. സ്നേഹിത, ദൈവമുണ്ട്, സാത്താനും ഉണ്ട്. സാത്താനുണ്ടെന്നുള്ളത് തെളിവ് പറയാം. യോഗം കഴിഞ്ഞ് ഒറ്റയ്ക്കൊരു നിരീശ്വരൻ ഇതല്പനേരം കേട്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കുട്ടിക്കോ. പുള്ളി ഒറ്റപ്പെട്ടു പോയി. പെട്രോളൊക്കെ കയ്യിലുണ്ടെങ്കിലും ഈ പോകുന്ന വഴിക്ക് ഒരു 3 തവണ പുറകോട്ട് തിരിഞ്ഞു നോക്കും. ആരെയാണെന്നറിയില്ല, ആ ഭയം, ആ പിശാച്. ചുമ്മാ അതെല്ലാം തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലായോ? എൻ്റെ മുമ്പിൽ എത്തിസ്റ്റുകളിരിക്കുക. ചർച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ഈ ക്രൂശെ കിടന്ന് കരഞ്ഞു, ഈ അടിയും പിടിയും കുത്തും എല്ലാവരും ഏറ്റുവാങ്ങി. എടോ, സ്വന്തമായിട്ട് ക്രൂശിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ ത്രാണിയില്ലാത്ത യേശുവിനോടാണോ നീ പ്രാർത്ഥിക്കുന്നത്? സ്വന്തം രക്ഷയ്ക്ക് കെൽപ്പില്ലാത്ത വലിയ മോനെ. ഞാൻ പറഞ്ഞു, സമ്മതിച്ചു. ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. പറയൂ. ഞങ്ങളുടെ കർത്താവ് ക്രൂശിൽ മരിച്ചു, അതൊരു സത്യമാണ്. ആ മരണം ഒരു പരാജയമല്ല, അതൊരു ജയമാണ്. അതെങ്ങനെയാ? പറയാം. ക്രൂശിൽ യേശു എന്തു പറയണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ മരിക്കണം, എങ്ങനെ അടക്കപ്പെടണം, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കണം എന്ന് യേശു ജനിക്കുന്നതിന് 1000 ആണ്ട് മുമ്പ് എഴുതി വച്ച യേശുവിനെ ഇന്നും വിശ്വസിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ തെളിവ് ഞാൻ കാണിച്ചാൽ കാണിക്കുക. വേറെങ്ങും പോകണ്ട, സങ്കീർത്തനം 22 വായിച്ചാൽ മതി. ഇന്നും യേശുവിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരുടെ ഗ്രന്ഥത്തിൽ യേശുവിനെ പറ്റി, ആ മരണത്തെപ്പറ്റി എഴുതി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യേശു ക്രൂശിൽ കിടന്ന് എന്തു പറയണം എന്ന് കൃത്യം യേശു ജനിക്കുന്നതിന് നാളുകൾക്കപ്പുറത്ത് ഈ പുസ്തകത്തിൽ എഴുതി. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, അത് കൃത്യം ഈ പുസ്തകത്തിൽ എഴുതി. തീർന്നില്ല, അല്പം കൂടി വ്യക്തമായി യേശുവിനെ പറ്റി 700 കൊല്ലം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചു. അവൻ എങ്ങനെ മരിക്കണം, അവൻ ആരായിരിക്കണം, കൃത്യം എഴുതി വെച്ച ആ സൂക്തങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. അതവനെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് വായിക്കാൻ പറഞ്ഞു. ഇത് 700 കൊല്ലം മുമ്പാണെങ്കിൽ, അന്ന് യേശു ജനിച്ചിട്ടില്ലെങ്കിൽ, 700 കൊല്ലത്തിനു ശേഷം ഇത് ഇങ്ങനെയാണെങ്കിൽ അതൊരു അത്ഭുതമല്ലേ? അവന് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. എന്താ യെശയ്യാവ് പറഞ്ഞത്? യെശയ്യാവ് പറഞ്ഞതാ, ഇന്ന് രാത്രി ഈ ഗ്രാമത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഉൽപ്പത്തി മുതലുള്ള ഇവിടെ വരെയുള്ള ദൈവത്തിന്റെ ദാസന്മാർ ഉലകത്തെ കേൾപ്പിച്ചതെന്ത്? യെശയ്യാ 53 പറയാം, ഞങ്ങൾ കേൾപ്പിച്ചത്. ആരാണ് ഞങ്ങൾ? ജനകോടികൾ മുഴുവൻ ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ എളിയ ദാസന്മാർ. യേശു ജനിക്കുന്നതിന് 700 ആണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി ഇന്ന് വരെ ഞങ്ങൾ കേൾപ്പിച്ചത്. ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇലകതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവം അവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർന്ന് അതിക്രമങ്ങൾ നിമിത്തം മുറിവെറ്റുമിരിക്കുന്നു. എന്നാൽ നമ്മുടെ സമാധാനത്തിനായി ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമൊന്നും ഇരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. യഹോവ നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. യെശയ്യാ 53 ആ മനോഹര കവിതയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി 100% തികവോടെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ദേഹമെന്ന തിരശീല ചിന്തി മനുഷ്യരാശിക്ക് രക്ഷയുടെ പുത്തൻ വഴിയൊരുക്കിക്കൊണ്ട്
അതുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നരുളിയ ആ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം യേശുവിൽ നിറവേറിയത് കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവന് തുല്യനായി ഒരുവനില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. നിസ്തുല്യൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേറിട്ടവൻ ഈ ക്രിസ്തുവത്രേ ഞങ്ങളുടെ പ്രസംഗ വിഷയം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി അവനെ ദൈവപുത്രനും കർത്താവുമായി മനുഷ്യരാശിയുടെ മധ്യത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അരുളിയ തെറ്റുപറ്റാത്ത ആ നാവുകൊണ്ട് അവർ ഉദ്ധരിച്ച വാക്കുകൾക്ക് ഒരു നിവൃത്തി എന്നവനെ ആവർത്തിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല, മറ്റെങ്ങനെയും രക്ഷയില്ല. മനുഷ്യരാശി രക്ഷിക്കപ്പെടാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഒറ്റ ഉത്തരം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഇമ്മാനുവേലായവൻ, അത്ഭുത മന്ത്രിയായവൻ, വീരനാം ദൈവമായവൻ, നിത്യപിതാവായവൻ, സമാധാന പ്രഭുവായവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് യേശു ജനിക്കുന്ന ആ ജനനത്തിനുമുണ്ട് ചില പൊരുളുകൾ. അത് പറഞ്ഞെങ്കിലേ കുതിര വരെ വരാൻ പറ്റൂ. അത് പറഞ്ഞിട്ട് നമ്മൾ സ്വോത്രകാഴ്ച എടുക്കാൻ പോവാം. സന്തോഷമാണോ? ആ, അപ്പം അങ്ങോട്ട് വരാം. ഇപ്പം സ്വോത്രകാഴ്ചയ്ക്ക് ഉള്ള സമയം അടുക്കുന്നു. എന്തിനും തയ്യാറായിരുന്നോണം. ശരി. അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നത് ഒരൗപചാരികമായൊരു സമയത്തൊന്നും അല്ല. എന്നാൽ ഒന്ന് ജനിച്ചേക്കാം എന്നോർത്ത് ജനിച്ചതുമല്ല. ഭൂമിയിലേക്കൊന്ന് പോയേക്കാം, ഇത്ര നാളാ സ്വർഗത്തിലിരിക്കുന്നത്, ഞാൻ ഭൂമിയോടൊന്ന് കണ്ടിട്ട് വരാം, അങ്ങനെയൊന്നല്ല. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ഏറ്റവും ആധികാരികമായൊരു വചനം ഇപ്പോൾ ദേവദാസൻ വായിച്ചു തരണം. ഗലാത്യർ 4:4 മനപ്പാടമറിയാവുന്ന വാക്യാണ്. ഗലാത്യർ 4:4 വായിച്ചോളൂ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, യേശു ജനിച്ച സമയം പഠിച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, അതിനും തർക്കമില്ല, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. മതി. എപ്പോഴാണ് യേശു ജനിച്ചത്? കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താ? കാലസമ്പൂർണത, കാലൻ സമ്പൂർണ്ണമായപ്പോഴല്ല. ചില കാലന്മാർ നമുക്ക് നേരെ വരുന്നുണ്ട്, കരുതി ഇരുന്നോളം നമ്മൾ കേട്ടില്ലേ. കാലൻ്റെ കാര്യമല്ല. കാലം, ടൈം അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ. എന്താ ഈ സമയം? സമയം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും പറയാമോ എന്താ സമയം? സമയം ഒന്ന് നിർവചിച്ചാട്ടെ. സമയം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ പറയും, സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 ഒരു 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 ഇതാണ്. അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സമയത്തിന് ഏറ്റവും നല്ലൊരു നിർവചനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാലം അഥവാ സമയമെന്ന് പറഞ്ഞാൽ സംഭവങ്ങളെ ഉൾക്കൊള്ളുന്നതെന്തോ അതാണ് സമയം. പക്ഷെ ഇവിടെ പറയാ, കാലം പൂർത്തീകരിച്ചപ്പെട്ടപ്പോൾ, ഫുൾനെസ് ഓഫ് ടൈം, യേശു പിറന്നു. അപ്പോൾ പിന്നെ കാലം ഉണ്ടായോ? അപ്പോൾ പിന്നെ 2000 ആണ്ടോ? 2022 പിന്നെ എങ്ങനെ ഉണ്ടായി? പറയാം. കാലസമ്പൂർണത വന്നപ്പോൾ. എന്താണ് കാലസമ്പൂർണത? കേട്ടിരിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കാൻ അനുകൂലമായ ഒരു പശ്ചാത്തലം ദൈവപിതാവിനാൽ ദൈവം ഒരുക്കിയിട്ടു എന്ന് വച്ചാൽ, കാലം ഇതിനു മുമ്പ് കാണാത്ത ഏറ്റവും ശ്രേഷ്ഠമായൊരു പരിതസ്ഥിതിയിലേക്ക് ലോകം വളർന്നു. മനസ്സിലായില്ല? പറഞ്ഞു തീരുമ്പോഴേ മനസ്സിലാവൂ. പറയാം. യേശു ജനിക്കുന്നതിന് മുമ്പ് യേശു പഠിപ്പിച്ച, യേശു പ്രസംഗിച്ച കാര്യം ലോകത്തെല്ലായിടത്തും അറിയിക്കാൻ പാകത്തിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം പിതാവ് കരുതിയിട്ടു ഭൂമിയിൽ. അല്ലല്ല, അതിന് മനുഷ്യരെ ഉപയോഗിച്ചു. 4 സാമ്രാജ്യങ്ങൾ യേശുവിൻ്റെ തിരുപ്പിറവിയെ എതിരേൽക്കാൻ അവരറിയാതെ ഒരുങ്ങി. 4 പറയാൻ നേരമില്ല, ഞാൻ 2 വിടുന്നു. യേശു പിറവി കൊള്ളും മുമ്പ് ബാബിലോന്യ സാമ്രാജ്യം ഉലകത്തിൽ വന്നു. അവർ ചില സംഭാവനകൾ ലോകത്ത് നൽകി. യേശു പിറവി കൊള്ളും മുമ്പ് പേർഷ്യക്കാർ ലോകത്ത് വന്നു. അവരും ലോകം ഇന്ന് കാണുന്ന അളവിൽ വളരാൻ ലോകത്തെ ചില സംഭാവനകളാൽ സജീവമാക്കി. അത് 2 ഞാൻ വിട്ടു. 3-ത്തെയും 4-ത്തെയും പറയാം. യേശു പിറക്കും മുമ്പ്
മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം, അത് നിമിത്തം ലോകം യേശുവിനെ വരവേൽക്കാൻ ഒരുങ്ങി. എങ്ങനെ? അലക്സാണ്ടർ അടുത്തടുത്ത രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് രാജ്യം അയാളുടെ കാൽ കീഴിലാക്കി. രാജ്യം കാൽ കീഴിലാക്കിയപ്പോൾ ഭൂമിയുടെ 3 ഭാഗവും അദ്ദേഹം തൻ്റെ അധീനതയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് മാസിഡോണിയ കേന്ദ്രീകരിച്ച് ലോകത്തെ മുഴുവൻ ഭരിക്കണം. അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഒരു തടസ്സമുണ്ട്. തൻ്റെ ഭാഷയിൽ താനിടുന്ന കമാൻഡ്സ്, ആജ്ഞ മറ്റുള്ളവർക്ക് അനുസരിക്കാൻ താമസം നേരിടുന്നു. കാരണം ഭാഷ മനസ്സിലാകത്തില്ല. അതാ കാര്യം. മനസ്സിലായോ? ഭാഷ മനസ്സിലാകത്തില്ല. ബാഹ്യവും ബഹനവും സമശികയാ, നമുക്ക് മനസ്സിലാകത്തില്ല. ഈ ബാഹ്യവും ബഹനവും എന്ന് കേൾക്കുമ്പോഴേ ഞാനിങ്ങനെ പോക്കറ്റിൽ തപ്പും. രൂപയുടെ മൂല്യം പോയോ എന്നൊരു പേടി, വണ്ടിക്കൂലി. ഈ ഹിന്ദി ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഹിന്ദി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ, പിണക്കമല്ല. അപ്പോൾ ശ്രദ്ധിച്ച്, ഭാഷ അറിയാമെങ്കിൽ ലോകത്തെ ഭരിക്കാൻ പറ്റും, ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആജ്ഞ ഇട്ടാൽ താഴെയുള്ളവർക്ക് മനസ്സിലാവില്ലെന്ന്. ഭാഷ വേണം. അതിനാ ചർച്ചക്കോടിൻ്റെ ഓവർസിയർ ആകുമ്പോൾ പറയുന്നത് ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ ചോദിക്കും. എന്തിനാ? താഴെ വരെ സംഗതി വരണം. അതിനാ അസംബ്ലീസ് കൂടിലൊക്കെ സൂപ്രണ്ടാണെങ്കിൽ അത് ഇൻ്റർനാഷണലായി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, അല്ല മോശമായിട്ട് പറഞ്ഞല്ല. അവർക്ക് ലോകത്തെല്ലായിടത്തും ശക്തിയുണ്ട്, അതുകൊണ്ടാ, സാന്നിധ്യമുണ്ട്. അതോർത്ത് വിഷമിക്കേണ്ട, നമുക്കും ശക്തി ഉണ്ടാക്കാം ലോകം മുഴുവൻ. ഇത് ഐക്യ കൺവെൻഷനല്ല, ഞാൻ ഇവരെ മാത്രം ഈ പേര് പറയുന്ന സ്നേഹം കൊണ്ടാട്ടോ. സ്തോത്രം. കേൾക്കുന്നവർക്കും ഞാൻ IPC ഷാരോനും ചർച്ചക്കൂടും മാത്രം പറയുന്നത് എന്താണ്? നമ്മുടെ മൂത്ത ചേട്ടന്മാരുടെ കാര്യം വേണ്ടി ആദ്യം പറയാൻ. നല്ലതിനാണെങ്കിലും തീയതാകണമെങ്കിലും ആദ്യ യഹൂദനും പിന്നെ യവനനും. അതുകൊണ്ടാണ്. വഴക്ക് പറഞ്ഞാലും അങ്ങനല്ലേ? പ്രസംഗകരാകട്ടെ, ശുശ്രൂഷകന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, എല്ലാം കയറി മേയുന്നത് ഇവിടെ വഴക്ക് പറയുന്നവരെ. പോട്ടെ, ഞങ്ങളൊക്കെ ഇവിടെ കിടന്നല്ലേ ഈ അടിച്ച് തകർക്കുന്നത്. വഴക്ക് പറയുമ്പോഴും സ്നേഹിക്കുമ്പോഴും അങ്ങനെ വേണം. അതുകൊണ്ട് പറഞ്ഞാൽ വേറൊന്നും പോയിട്ട് ചിന്തിക്കില്ലേ. അപ്പോൾ അലക്സാണ്ടർ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ ഭാഷ ഒരു പ്രശ്നമായപ്പോൾ പുള്ളി വിട്ടില്ല. അങ്ങനെ വ്യാകരണ സ്കൂളുകൾ സ്ഥാപിച്ച് ലോകത്തെല്ലായിടത്തും തൻ്റെ ഭാഷയായ ഗ്രീക്ക് എത്തിച്ചു. അങ്ങനെ യേശു പിറക്കുന്നതിൻ്റെ 300 കൊല്ലം മുമ്പ് ലോകം മുഴുവൻ ഏകദേശം ഒരു ഭാഷയുടെ കീഴിലെത്തി. ആ ഭാഷയുടെ പേര് ഗ്രീക്ക് അല്ലെങ്കിൽ യവനായ. കേട്ടല്ലോ? യവനായ. മക്കൾ പഠിക്കുന്ന പലതും ഗ്രീക്കാണ്. മാത്തമാറ്റിക്സ് പഠിക്കുകയല്ലേ മക്കളെ, അത് ഗ്രീക്കാണ് പലതും. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, സിഗ്മ, ഇങ്ങനെയൊക്കെ പഠിക്കില്ലേ? ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിപ്പലരും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ തീറ്റയാണെന്നാ ഓർത്തല്ലേ? ഇതൊക്കെ ഗ്രീക്കായിരുന്നു. ഇനി പ്രായമായി കഴിയുമ്പോൾ നഴ്സിങ്ങിന് കുട്ടി പോവില്ലേ? ആ കുട്ടിയോട് ചോദിക്കുക എവിടെയായിരുന്നു ഡ്യൂട്ടി? ആ കുട്ടി നമ്മളോട് പറയും നെഫ്രോളജിയിലായിരുന്നു. നെഫ്രോൺ ഗ്രീക്ക് വേട, ന്യൂറോൺ ഗ്രീക്ക് വേട. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം. ഗ്രീക്കിൽ വായിച്ചു. എനിക്ക് നിൻ്റെ നെഫ്രോണും അറിയാം, കാർഡിയായും അറിയാം. കാർഡിയ മീൻസ് ഹൃദയം, കാർഡിയോളജി. യേശു തൻ്റെ അമ്മയായ മറിയത്തെ വിളിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? ഗ്രീക്കിൽ ഗുനൈ എന്നൊരു പ്രയോഗമാണ്. ആ ഗുനൈ എന്നതിൽ നിന്നാണ് ഗൈനക്കോളജി ഇതൊക്കെ പ്രയോഗമുള്ളുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പിടിയിട്ടോ? കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്ന ഗ്രീക്ക. അന്ന് അലക്സാണ്ടർ ലോകം മുഴുവൻ വിതറിയ അക്ഷരങ്ങളും പദങ്ങളും നമുക്കിടെ കിടപ്പുണ്ട്. അവിടുന്നൊക്കെ ആ പൊരുതിക്കീറി ജയിച്ചു വന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ കിടക്കുന്ന നിരവധി പദങ്ങൾ ഗ്രീക്കുകാരിൽ നിന്ന് കിട്ടിയ സംഭാവനയാണ്. പിടിയിട്ടോ? അപ്പം ഗ്രീക്ക് ഭാഷ ലോകം മുഴുവൻ എത്തിച്ചു. ഇയാൾ മരിച്ചു, സാമ്രാജ്യം 4 തകർന്നു. പുറകെ വന്ന റോമക്കാരൻ ഈ ഭാഷ പഠിപ്പിക്കാനൊന്നുമല്ല ശ്രമം നടത്തിയത്. അവർ നല്ല റോഡുകൾ വെട്ടി, 1-ാം തരം റോഡ്, മനോഹരമായ റോഡുകൾ. ആ റോഡുകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു.
വളവും തിരിവുമില്ല, നേരെയുള്ള റോഡുകൾ. ആ റോഡിൻ്റെ ഇരുവശവും തണൽ മരങ്ങൾ വച്ച് പിടിപ്പിച്ചു കല്ലുപാകിയ വഴികളുണ്ടാക്കി. കാളവണ്ടിക്കും കുതിരവണ്ടിക്കും പോകണം, നടന്നു പോകുന്നവന് തണൽ മരം ആശ്വാസമാകണം. മാത്രമല്ല, ഏത് റോഡ് വെട്ടിയാലും റോമാപട്ടണത്തിൽ കൊണ്ടെത്തിക്കണം. അങ്ങനൊരു പഴമൊഴി തന്നെ ഉണ്ടായി. എല്ലാ റോഡും റോമിലേക്ക്. നല്ല റോഡ് പണിതന്നു. മാത്രമല്ല, വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന കടൽ തീരത്ത് കടലിടുക്കുകളെ തമ്മിൽ കനാല് വെട്ടി ഏകീകരിച്ചു. നദികളെ തമ്മിൽ കനാല് വെട്ടി ഏകീകരിച്ചു. എന്തിനാണെന്നറിയണ്ടേ? 6 മാസം കൊണ്ടുള്ള കപ്പൽ യാത്ര 2 ദിവസം കൊണ്ട് ഷോർട്ട് കട്ട്. ഇങ്ങനെ കൊരിന്തൊക്കെ വലിയ പട്ടണമായി. അഗായയിലേക്ക് വഴി ചുറ്റി ദീർഘദൂരം കറങ്ങിപ്പോകുന്ന വഴിദൂരം ഷോർട്ട് കട്ടുണ്ടാക്കി എളുപ്പമാക്കി. ഉപദേശി എന്തിനാ ഇതൊക്കെ പറയുന്നത്? എന്നോടൊരാൾ ചോദിച്ചു, ഈ ലളിതമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇത് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇതൊക്കെ ബൈബിളിലുള്ള കാര്യങ്ങളാണ്, അത് തെളിയിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ല, സുവിശേഷം സിമ്പിളായിട്ട്. എന്നാൽ പിന്നെ ബൈബിൾ നമ്മുടെ തമ്പിയുടെ ഹൃദയം പോലാക്കി തന്നാൽ പോരായിരുന്നു. അല്ല, ഇവിടെ നിന്ന് ഇത് പറയരുത്, അതുകൊണ്ട് പറഞ്ഞാൽ. ഞാൻ പിന്നെ വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും പറയാൻ നോക്കുമോ? ഇസ്തുമീസ് കടലിടുക്കിൽ നിന്ന് ഞാൻ 3 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഇത് വീട്ടിൽ പറയാൻ പറ്റുമോ? ഇത് എവിടെ പോയാൽ പറയുന്നത്? അതാ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഗ്രീക്ക് റോമൻ സാമ്രാജ്യം നല്ല റോഡുകളും നല്ല കനാലുകളും വെട്ടി യാത്ര എളുപ്പമാക്കി. നിങ്ങൾക്കല്പം മുഷിയത്തില്ല, ഇനി അടുത്ത് പറയാൻ പോകാം. എന്താണെന്നറിയണ്ടേ? ഇത് രണ്ടും കൊണ്ട് യവന്മാർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. കാരണം അലക്സാണ്ടർ മരിച്ചു, പിന്നെ ഭാഷ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ചില ആളുകൾ ഒരു ഭാഷയും പഠിച്ചിട്ട് കാര്യമില്ല. കമ്മിറ്റി വെറുതെ പോയിരിക്കുക, ഉഴുന്നുകൂടെ തിന്നുക, ചായ കുടിക്കുക, പോരുക. നീ എന്തിനാ ഭാഷ പഠിച്ച്? ഇവിടെ ഒരഭിപ്രായം പറയാൻ ത്രാണിയില്ലാതെ എന്തിനു പോകുന്നു? ഒരഭിപ്രായം, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരഭിപ്രായം, ഒന്ന് വാതുറക്കണേ. അലക്സാണ്ടർ മരിച്ചു, സാമ്രാജ്യം തകർന്നു. പക്ഷെ നമ്മൾ ആ സാഹചര്യം യൂട്ടിലൈസ് ചെയ്തു. നമ്മുടെ ആളുകൾ പിടിയിട്ടില്ല. റോമക്കാരൻ നല്ല റോഡ് വെട്ടി, ആ റോഡും അതിൻ്റെ വികാസിത മേഖലകളുമൊക്കെ നമ്മൾ കൈയടക്കി. എങ്ങനെയാണെന്നറിയണ്ടേ? ഈ റോഡ് വഴി, ഈ കനാല് വഴി 12 അപ്പോസ്തലന്മാരും പിന്നെ വന്ന ശുശ്രൂഷകന്മാരും കരുത്തനായ പൗലോസും ശക്തനായ ബർന്നബാസും പ്രഗത്ഭനായ അപ്പല്ലോസും യാത്ര ചെയ്തിട്ട് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായി. ഇപ്പം പിടിയിട്ടിയോ? മാരെന്തിനാണ് റോഡ് വെട്ടിയേ? മാരെന്തിനാണ് ഈ കനാലുണ്ടാക്കിയേ? മാരെന്തിനാണ് ഈ ഭാഷ പഠിപ്പിച്ചേ? ഈ സാഹചര്യം മുഴുവൻ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. ഇത് ആത്മാവിൽ കണ്ടിട്ട് പൗലോസ് പറയുക, എന്നാ യേശു ജനിച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ, ലോകം വികസിച്ച് അതിൻ്റെ അത്യുച്ച കോടിയിലെത്തിയപ്പോൾ, ഈ സമയം നോക്കി ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഇഹലോകത്തിലേക്ക് അയച്ചു. ഞങ്ങൾ ഈ റോഡ് ഉപയോഗിച്ചു, ഈ കനാലുകൾ ഉപയോഗിച്ചു, പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത് ഉലകം ചുറ്റി മടങ്ങി വന്നിട്ട് 3 വട്ടം ഉലകത്തെ മുഴുവൻ പ്രദക്ഷിണം ചെയ്തിട്ട് പൗലോസ് വരിക്കാറായി പറയാ, മതി, ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നല്ല 1-ാം തരം ഇൻഫ്രാസ്ട്രക്ചറെ ഒരുക്കി വെച്ചിട്ടാ ഇങ്ങോട്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചെന്ന്. വളരെ കാൽക്കുലേറ്റഡ് പ്രോഗ്രാമാണ് തമ്പുരാൻ്റെ. അതുകൊണ്ട് ഞങ്ങളെ ഇതൊന്നും കാണിച്ച് വരട്ടരുത്. ഞങ്ങളുടെ പ്ലാൻ നിനക്ക് മനസ്സിലാകാത്തതുകൊണ്ടാ, ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന പദ്ധതി മനസ്സിലാകാത്തതുകൊണ്ടാ. അതിന് പ്രായം തടസ്സമല്ല, സമ്പത്ത് തടസ്സമല്ല, പശ്ചാത്തലം തടസ്സമല്ല. അഭിഷിക്ത ദൈവദാസന്മാർ ഒന്ന് ഉറപ്പിച്ചുകൊള്ളണം, കോവിഡാനന്തര ജീവിതം എൻ്റെ വെല്ലുവിളികളുടെ ജീവിതമാണ്. അനേകരെ സ്നാനപ്പെടുത്തിയിട്ട് ഞാൻ ഈ ലോകം വിട്ടു പോകുമോ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അനേകരെ ദൈവശല്യക്ക് നേടിയിട്ട് ഇഹലോകം വിട്ടു പോകാൻ എൻ്റെ ദൈവം ഇടവരുത്തോ. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടാൻ പോകുന്നു, എൻ്റെ കാഴ്ചപ്പാടുകൾ കാലം വരാൻ പോകുന്നു. ഒരു കോവിഡിന്റെ വൈറസിനും എന്നെ തകർക്കാനാവാത്ത വിധത്തിൽ ഇതാ കരുത്തോടെ യേശുവിന്റെ അഭിഷിക്തന്മാർ നിൽക്കുന്നു. എന്താ കാര്യം? സമയമുള്ളിടത്തോളം, പകലുള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്യാനുള്ള ആ ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയങ്ങളിൽ ഭരിക്കട്ടെ. ആ കരുത്തോടെ, ആ ശക്തിയോടെ നമുക്ക് ഇനി ഈ കുതിരകളെ വ്യാഖ്യാനിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കും മുമ്പ് 4 ലോകരാഷ്ട്രങ്ങൾ യേശുവിൻ്റെ വരവിന്
വഴി തെളിച്ചിട്ടു. ഇനി എല്ലാ ജനതയും ഒരു ഭാഷയ്ക്ക് കീഴിലായി. ഗ്രീക്ക് ബിക്കയും ദ ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദി ഏൻഷ്യൻ്റ് വേൾഡ്. പൗരാണിക ലോകത്തിൻ്റെ മുഖ്യസമ്പർക്ക ഭാഷ ഗ്രീക്കായി. നമ്മുടെ പുതുനിയമം എഴുതിയത് ഗ്രീക്കിലാണ്. യേശു പ്രസംഗിച്ചത് അരാമിക്കിൽ. കാരണം യേശുവിൻ്റെ ഓഡിയൻസ് പാലസ്തീനിയയിലെ സാധാരണക്കാർ. യേശു പക്ഷേ ഗ്രീക്കും പറഞ്ഞിട്ടുണ്ട്, ലാറ്റിനും പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ചില ആൾ പറഞ്ഞ് യേശു ഈ അരാമിക്കേ പറഞ്ഞിട്ടുള്ളല്ല. കോടതിയിലെ ചർച്ച അരാമിക്കല്ല, അത് ഗ്രീക്കായിരുന്നു. പിലാത്തോസിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന മൊഴിയൊക്കെ ഗ്രീക്കിലാണ്. കാരണം പുള്ളിക്ക് അരാമിക്കറിയില്ല. അയാൾ റോമൻ ഗവർണറാണ്, റോമക്കാരനാണ്. യേശു യഹൂദനാണ്. യേശുവിൻ്റെ ഭൗതികർത്ഥത്തിൽ ജഡപ്രകാരം ക്രിസ്തു അങ്ങനെയാണെന്നാണല്ലോ. യേശുവിനോട് ചോദിക്കും, പിലാത്തോസ് ചോദിച്ചൊരു ചോദ്യമാണ്, ഒഹൈമി ബെസേലിയോസ് ഈസൂസ് നസ്രിൻ ബെൻ യൗസേഫ്. എന്താ മനസ്സിലായി? നസ്രായനായ യേശുവെ, യോസേഫിൻ്റെ പുത്ര, നീ രാജാവ് തന്നെയോ? ബെസേലിയോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, രാജാവ്, രാജാവ് എന്നർത്ഥം. ഒഹൈമി ഈസൂസ് നസ്രിൻ ബെൻ യൗസേഫ്. ഒഹൈമി ബെസേലിയോസ്, നീ രാജാവ് തന്നെയോ? യേശുവിൻ്റെ മറുപടി, എയ്മീ പീലാത്തോസ്, ഞാനാകുന്നു പീലാത്തോസേ. അത് ഗ്രീക്കാ ചർച്ച. എന്തിനാ പുതിയ നിയമം ഗ്രീക്കിലെഴുതിയ? ഇത് സോക്രട്ടീസിൻ്റെ ഭാഷയല്ലേ, പ്ലേറ്റോയുടെ ഭാഷയല്ലേ, തെയിൽസിൻ്റെ ഭാഷയല്ലേ, ഡയോജനസിൻ്റെ ഭാഷയല്ലേ? ഉലകത്തെ കിടുകിടാ വിറപ്പിച്ച തത്വചിന്തകന്മാരുടെ ഭാഷയിലാ കടഞ്ഞെടുത്ത ഈ പ്രമാണം ലോകത്തെ മുഴുവൻ അറിയിക്കാൻ തമ്പുരാൻ അങ്ങോട്ട് എഴുതി പിടിപ്പിക്കാൻ തൻ്റെ ഭക്തന്മാർക്ക് കരുത്ത് കൊടുത്തത്. സാധാരണ മനുഷ്യന് വേണ്ടി ആട്ടിടയനിലൂടെ ദൂതഗണങ്ങളെ അയച്ച് സംസാരിക്കുന്ന ദൈവം ബുദ്ധിമാന് വേണ്ടി നക്ഷത്രത്തിളക്കത്തോടെ അവൻ്റെ ഭാഷയിൽ അവനോട് സംസാരിക്കും. വിദ്വാനോട് ഇടപെട്ട രീതിയല്ല, ആട്ടിടയനോട് ഇടപെട്ട രീതി. സ്രോതസ് ദൈവ. പ്രൈസലോ. അപ്പോൾ ഗ്രീക്കിലാണ് ഇവർ പോയവരെല്ലാം പ്രസംഗിച്ച്. അപ്പോൾ പോയവർക്കെല്ലാം ഗ്രീക്ക് അറിയാം. അതുകൊണ്ട് അവർ ഗ്രീക്കിൽ പ്രസംഗിച്ചപ്പോൾ കേട്ടവർക്ക് മനസ്സിലായി. അല്ല, ചിലർ ധരിച്ച പോലെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയുള്ളൊരു പ്രസംഗ ഭാഷയല്ല, അത് സഭയ്ക്കകത്ത് ഉപയോഗിക്കാനുള്ള ഭാഷയാണ്. പിടിയോ? വചനം പറയാ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. പിന്നെ ഇയാൾക്കെന്താ നിർബന്ധം ഇതെന്താണെന്നറിയണമെന്ന്? ഇയാളോടല്ലെന്ന് പറഞ്ഞ ദൈവത്തോടാണ്. ദൈവത്തോട് പറഞ്ഞെടുത്ത് ഞാൻ എന്തിനാ കേൾക്കാൻ നിന്നേ? അതിനൊരു കാരണം പറയാം. ഞാൻ ഈ ബിജുപാസെ വർഷങ്ങളായിട്ട് അറിയും. ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ ആവിർഭവിച്ചു എന്നോർത്ത് ഞാൻ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒത്തിരി കക്ഷികളൂടെ ഉണ്ട് പരിചയമുള്ള. അപ്പോൾ ഞാനും ഈ ഹൈ റേഞ്ചിൻ്റെ ഒരു പ്രൊഡക്ഷനാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയില്ല അല്ലേ? കൊടുത്തുകാരനാണ്. അധിക ദൂരമില്ല. എൻ്റെ അമ്മ വീട് ഏലപ്പാറയാണ്. ഇപ്പോഴും ചില വേരുകൾ അവിടെ ഉണ്ട്. അപ്പോൾ കുറേ സ്ഥലവും അവിടെ ഉണ്ട്. പക്ഷേ ഇത് തല വെച്ച് അളക്കാൻ പറ്റുള്ളൂ. അതിരുതണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇങ്ങനെ മനസ്സിലായില്ലേ? ഞങ്ങളെ പിടിച്ചൊന്നും അളക്കാൻ പറ്റിയ സ്ഥലത്തല്ല. ഇതെണ്ട് ഇങ്ങനെ കാണിത്തേ. ഇത്രയും ഞങ്ങളുടെ സ്ഥലം. അതുകൊണ്ടാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം നാട്ടുകാരനാണേ. എൻ്റെ ഈ ഭാഷയ്ക്ക് പക്ഷേ ഇവിടുത്തെ സ്പർശം കിട്ടുന്നില്ല. നമ്മുടെ വളർച്ചയൊക്കെ മലബാറാണ്. അതുകൊണ്ടാണ്. അതാണ് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ മാറ്റം. സ്ലാങ്ങിന് ചെറിയ പ്രശ്നം. വിഷമിക്കണ്ട. അപ്പോൾ ഞാൻ പാസ്റ്ററുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു ചായ വേണം. അപ്പോൾ ചായ തരാൻ വേണ്ടി പാസ്റ്റർ അകത്തോട്ട് പറഞ്ഞൊരു ചായ പോരട്ടെ. ഈ പുരുഷന്മാർക്ക് വലിയൊരു വിഷയമുണ്ട്. ചായ പോരട്ടെ എന്ന് പറയാനുള്ള, അതിന് വേണ്ടൊന്നും വാങ്ങി കൊടുക്കുകയില്ല സമയത്തിന്. ഉൽപ്പത്തി മുതലേ ഇങ്ങനെ സ്ത്രീ തന്നു ഞാൻ തിന്നു. നമ്മൾ ഈ മനുഷ്യൻ മേടിച്ചു കൊടുത്തില്ല. എന്നിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു? ഇത് നേരിട്ട് പറയാനൊരു മടി. കാരണം ഞാനവിടെ ഇരിക്കല്ലേ. പുള്ളിക്കാരി ഈ കടുന്തൂക്കിൻ്റെ മറവിൽ
മറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രാവി, എൻ്റെ നിഷ്കളങ്കി, ഇങ്ങനെ മൂടുപടം ചീന്തിയിട്ട് ഇങ്ങോട്ട് വിളിച്ചു. പതുക്കെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എടുക്കുന്നു. കണ്ണൻ ദേവൻ എന്നൊക്കെ കാണിക്കുന്നുണ്ട്, 2 കണ്ണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ണൻ ദേവൻ എന്നൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, പുള്ളി ഓടിപ്പോയി. ചായപ്പൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. എനിക്ക് നല്ല ഒരു ചായ, ഹൈ റേഞ്ചിൻ്റെ കടുപ്പത്തിൽ, രുചിയിൽ, നിറത്തിലൊരു ചായ. ഈ സഹോദരി പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ഏതാണ്ടൊക്കെ വെക്കുന്നുണ്ട്. കട ഇതൊക്കെ കാണിക്കുന്നത്, നമുക്കൊന്നും പിടികിട്ടുകയില്ല. അപ്പോൾ ഇതാദ്യം കാണുന്നവനോർക്കും ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ, അവർ രക്തത്തിൽ ആശ്രയിക്കും. ദൈവമേ, ഇനി വേറെ ആരെങ്കിലും ഓർക്കും ഇവർ പണ്ട് ട്രാഫിക്ക് വല്ല ഡ്യൂട്ടി ആയിരുന്നു, കാരണം ഇങ്ങനെ വെക്കുന്നു. വ്യാഖ്യാനമാണ് ഇതെല്ലാം. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുക, ഏട്ടാ നിങ്ങൾ മുമ്പ് ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്തു വരുന്നത്. എടാ, ചായ കുടിച്ചിട്ട് പോക്കോണം. കാന്തനും പല കാര്യം ഇവിടെ പറയും. നീ ആര്? നിനക്ക് ആര് തന്നു ഇവിടെ ഇവിടെ വിവരമുള്ളവൻ ശ്രദ്ധിക്കുമോ കാന്തനും പറയുന്നത് കേൾക്കാൻ? ഇതാ അന്യഭാഷ. പിടികിട്ടിയോ? ഹൃദയം തുറന്ന് തമ്പുരാനെ ആരാധിക്കാൻ അവൻ തന്നിരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. അർത്ഥം കൃത്യം പറഞ്ഞുതരാം. ഹല്ലേലൂയ. ഞാൻ പിന്നെ ഇത്ര ഒരു വിവാദമൊന്നും പുതിയതുണ്ടാക്കാത്തതുകൊണ്ടാ. അപ്പോൾ പറഞ്ഞു വെച്ചത്, അല്ല, സുവിശേഷം അറിയിക്കാൻ അന്നത്തെ നൂറ്റാണ്ടിൽ ദൈവം ആർക്ക് കൃപാവരം കൊടുത്തിട്ട് അങ്ങോട്ട് പോയി പ്രസംഗിച്ചപ്പോൾ കിട്ടിയ ഭാഷയെന്നല്ല, സഭയിൽ എന്ന് കൃത്യം എഴുതിയിരിക്കുക. പിന്നെ വ്യാഖ്യാനം ഇല്ലേ മിണ്ടാതിരിക്കാനാണ് ചെല്ലു പറയുന്നത്. ഇല്ലെന്നേ, വ്യാഖ്യാനം ഇല്ലെങ്കിലും പറഞ്ഞോണം. ഞാനല്ല, പൗലോസാ പറഞ്ഞേ. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 1 കൊരിന്ത്യർ 14:28 എന്താ പറയുന്നത് അറിയോ? ഇങ്ങനെ പറഞ്ഞേ, വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ ഇരിക്കണമെന്നല്ല, മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. മിണ്ടാതെ സംസാരിക്കണമെന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? അച്ചടക്കം വേണം. ഈ അച്ചടക്കം ഇല്ലാത്തതൊരു പ്രശ്നം കേട്ടോ. ചെറിയ ആളുകൾ കാണാം, ഈ മൈക്കും എടുത്ത് വാട്സും കൂട്ടിയിട്ടിട്ട് ഈ അന്യഭാഷ പറഞ്ഞ് കുറച്ച് നേരം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ചോദിക്കും, എപ്പോഴാണ് വന്നേ? വന്ന് കുറച്ച് നേരമായി, ഇരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കി പറയും. അത് കഴിഞ്ഞ് ഇടയ്ക്കും ചോദിക്കും, ചായ വിത്തൗട്ടാണോ? അത് വിത്തൗട്ടാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം ഇത് പറഞ്ഞിരിക്കും, ലില്ലിക്കുട്ടിയും കുഞ്ഞുങ്ങളും ഒക്കെ. എൻ്റെ പൊന്നി അങ്ങാതി, ഇതിലേതെങ്കിലും അങ്ങ് തീരുമാനമാകുക. ചുമ്മാ മനുഷ്യന് ചിന്താക്കുഴപ്പമുണ്ടാകാതെ. അങ്ങനെയുണ്ട്. ഇതിനൊക്കെ അച്ചടക്കം ഉണ്ടെന്ന് അതുകൂടെ പാലിച്ചോണം. ഇത് തോന്നും പോലെ പറയാനുള്ളതല്ല. എൻ്റെ ഈ മക്കളൊക്കെ പാട്ട് പാടുകയും ചർച്ചിലെ ആക്ടിവിറ്റീസൊക്കെ ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യുമല്ലോ. ഈ പ്രസംഗിക്കുക, പാടുക. ഞാൻ പ്രസംഗിക്കുന്നതിനും പാടുന്നതിനൊന്നും വിലക്ക് വെച്ചില്ല. ഞാൻ പറഞ്ഞ അന്യഭാഷ പറയണ്ട മോനെ. അമ്മാമ്മ പറയുന്നത് കേട്ട്, അപ്പച്ചൻ പറയുന്നത് കേട്ട് ആ പണി ഇവിടെ നിന്ന് ആക്ട് ചെയ്യണ്ട. ഇത് കളിക്കാനുള്ള സാധനമല്ല, ഇത് വിലപിടിപ്പുള്ള കാര്യമാണ്. ഇത് പ്രാപിച്ചവനറിയാം അതിന് കൊടുത്ത വില. ഈ അന്യഭാഷ ഒറ്റ കാരണം കൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോവേണ്ടി വന്ന ആളുകളില്ലേ, മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെട്ട ആളുകളില്ലേ, ഇന്നും അത് തുടരുകയല്ലേ. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കി വേണം ഇന്നു മുതൽ ദൈവമക്കൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ. ആ ഗ്രീക്കിലേക്ക് വരാം, തിരിച്ചു വരാം. ഇപ്പം ഗ്രീക്ക് ഭാഷ ലോകത്തെല്ലായിടത്തും എത്തി. ഇനി അടുത്തൊരു പോയിന്റ് പറയണം. അന്നങ്ങനെ പുരാതന ലോകം യേശുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയോ എന്നതുപോലെ സൂക്ഷ്മമായി നോക്കിക്കേ, ഇപ്പോഴും ലോകം ഒരുങ്ങുന്നു അവൻ്റെ പുനരാഗമനത്തിന്. ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ, ലോകം ഒരു സംസ്കാരത്തിലേക്ക് ഒന്നിച്ചു കുതിക്കുന്നു. ലോകം ഏറ്റവും ഒന്നാം തരം റോഡുകൾ ലോകത്തെല്ലായിടത്തും, ലോകത്തേറ്റവും മനോഹരമായ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ, ഇൻ്റർനെറ്റിൻ്റെ കണ്ടെത്തൽ
എത്ര ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. ലോകം ഇന്ന് ഈ വിധത്തിലായിത്തീർന്ന അതിൻ്റെ വികസനത്തിന്റെ അത്തിച്ചകോടിയിൽ നിൽക്കുമ്പോൾ ഇത് എവിടേക്കാ ലോകം പോകുന്നത് അറിയണ്ടേ? രാജ്യത്തിന്റെ ഈ സുവിശേഷം മുഴു ലോകത്തോടും പ്രസംഗിക്കും. അപ്പോൾ യുഗാവസാനം വരുമെന്നുള്ള അവിടുത്തെ പ്രവചനം നിവൃത്തിയാകേണ്ടതിന് ലോകം ഒരുങ്ങുന്ന കാഴ്ച നിങ്ങൾ കണ്ടുറന്ന് കാണണം. ലോകത്തെ ഇങ്ങനെ ഒരുക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ട 4 ശക്തികളാ, 4 കുതിരകൾ. പറയാം. ഒന്നാമത്തെ കുതിര വെള്ളയാണ്. വിളിച്ചത് സിംഹമാണ്. സിംഹമുഖമുള്ള ജീവി. വെള്ളക്കുതിര വന്നു. പ്രിയപ്പെട്ടവരെ, സിംഹം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ്. ലോകമെന്നായിരിക്കുന്ന അളവിലേക്ക് വളർന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഒറ്റ വാക്ക് നിങ്ങളോട് കൂടുതൽ പറയണ്ടല്ലോ. ഈ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കിയേ? ഇവിടെ സായിപ്പ് പഠിപ്പിച്ചപ്പോഴാണ് കൃഷി എന്താണെന്ന് നമുക്ക് മനസ്സിലായേ. 2 കപ്പയും കുഴിച്ച് വെച്ചു, ഒരു ചേമ്പും വെച്ചിട്ട് പറയാം കൃഷി. ഇതായിരുന്നു പണ്ട് നമ്മൾ. ഇല്ല, കാട്ടിൽ കയറി കിഴങ്ങ് മാന്തി അടിക്കുകയായിരുന്നു. സായിപ്പ് വന്നപ്പോഴാണ് പ്ലാന്റേഷൻ ഉണ്ടായത്. മനസ്സിലായോ? ആ പ്ലാന്റേഷനിലേക്ക് പോകാനാ അവൻ റോഡ് വെട്ടിയേ. വെള്ളക്കാരൻ, ഇങ്ങനെ ഒത്തിരി ഉണ്ട് പറയാൻ. വെള്ളക്കാരൻ വന്ന ശേഷമാണ് ലോകത്ത് കോടതി ഉണ്ടായത്. IPC ഉണ്ടല്ലോ, ഇന്ത്യൻ പീനൽ കോഡ്, സായിപ്പ് ഉണ്ടാക്കിയതാണ്. അറിയാമോ? മെക്കാളെ പ്രഭുവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സാധന ഇന്ത്യൻ പീനൽ കോഡ്. മനസ്സിലായോ? തെറ്റിക്കല്. ഭരണഘടന വേറെ, പീനൽ കോഡ് വേറെ. CRPC, IPC എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേക്ക് ആകാവുള്ള കുറ്റമൊന്നും ചെയ്തേക്കല്ല്. കഠിന തടവൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ സാധനമാണ്. അതിനു മുമ്പ് ഏത് കുലത്തിൽപ്പെട്ടവൻ കുറ്റം ചെയ്തോ അതിനനുസരിച്ചായിരുന്നു ശിക്ഷ. ഒരേ കുറ്റം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ചെയ്താൽ 4 ശിക്ഷ. ശൂദ്രന് കിട്ടുന്ന ശിക്ഷ, കുറ്റം ചെയ്തവൻ്റെ കുറ്റം തെളിയിക്കാൻ ഒരു മൺകുടത്തിൽ പാമ്പിനെ അടച്ചിട്ട്, വിഷപ്പാമ്പിനെ മൺകുടത്തിലാക്കിയിട്ട് ഒരു നാണയമോ മോതിരമോ അതിലിടും. പാമ്പിൻ്റെ കടിയേക്കാതെ എടുക്കണം. ഞാനപ്പോൾ അച്ഛൻ ആദ്യം ഇട്ട് കാണിക്കാൻ പറഞ്ഞേനെ. സത്യസന്ധനല്ലേ ഇത്? സത്യം തെളിയിക്കുന്ന പണിയാണ്. CBIയും എൻക്വയറി രീതിയൊക്കെ വന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച ശേഷമാണ്. നിങ്ങൾ വേണം ബ്രിട്ടീഷ് ചാരനാണെന്ന് വിളിച്ചു, അതിനൊന്നും എനിക്ക് വിരോധമില്ല. ഒരു പ്രശ്നമില്ല. കാര്യം പോലെ പറയണമെന്നേ. അതിനുവേണ്ടി പറഞ്ഞാൽ അവൻ കൊള്ളയടിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. അവൻ കൊള്ളയടിക്കുന്നതിന് മുമ്പ് ഇവിടുത്തുകാരൻ കൊള്ളയടിക്കായിരുന്നു. മനസ്സിലായില്ലേ? 108 വിധ കരം പിരിച്ചവന്മാരാ തിരുവിതാംകൂർ രാജാക്കന്മാർ. ജനാധിപത്യത്തിന് വേണ്ടി ഒന്നുമല്ല ഇവർ നിന്നേ. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. 47 ശേഷമുള്ള 47 ശേഷമുള്ള ഇന്ത്യയിലാണ് എനിക്ക് പ്രധാനമന്ത്രിയെയും വിമർശിക്കാൻ അവകാശം കിട്ടിയേ. മുഖ്യമന്ത്രിയെ വിമർശിക്കുക ഈ സ്റ്റേജിൽ നിന്നൊന്നും ചെയ്യാനില്ല. എന്താ കാര്യം? പൗരൻ അധികാരം കിട്ടിയതേ 47 ശേഷമാണ്. അതിനുമുമ്പ് അധികാരം രാജാവിലാണ്. വ്യക്തമായ കാര്യം. ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല. ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞ് ഞാൻ നടത്തിയൊരു പ്രസംഗം കിടപ്പുണ്ട്, കേട്ടാൽ മതി. ഇനിയും വരുന്നുണ്ട് അടുത്ത ആഗസ്റ്റ് 15. അന്നും ബാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇനി ഇതിന് പരമൊന്നും വരാനില്ല. ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്ന അളവിലേക്ക് ലോകത്തെ വാർത്തെടുത്ത് വെച്ചവൻ ബ്രിട്ടീഷുകാരനാണ്. അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ കയ്യിലാണ് ഇന്നും ലോകാധിപത്യം. ബ്രിട്ടനിൽ നിന്ന് പോയ സാധനം അമേരിക്ക കേട്ടോ, ഓസ്ട്രേലിയയും. ലോകത്തെ 1-ാം നിരയിലേക്ക് പടുത്തുയർത്തിയത് പാശ്ചാത്യനാണ്. സംശയമൊന്നും വേണ്ട. ലോകം ഇന്ന് കാണുന്ന അളവിലേക്ക് വളർത്തിയതിൽ പാശ്ചാത്യൻ വഹിച്ച പങ്ക് വളരെയാണ്. അവൻ്റെ നിറം വെള്ളയാണ്. അവനെ വിളിച്ചതൊരു സിംഹമാണ്. അവൻ്റെ പ്രത്യേകത പറയാ, ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ ജയിച്ചു, ജയിക്കാൻ പുറപ്പെട്ടു. സമാധാനം അവൻ പറഞ്ഞത്. 2 പേർക്ക് കൊടുത്താലും അവൻ ചിരിച്ചുകൊണ്ടേ കൊടുക്കുള്ളൂ. മനസ്സിലല്ലേ? ബോംബിട്ടാലും ഒന്ന് ചിരിച്ചേ കൊടുക്കുള്ളൂ. ഒന്നുമില്ല ചാ, ബോംബിടാമെന്നാണ്. ഇങ്ങനെ അടി കൊടുക്കുള്ളൂ. ഇങ്ങനെയാണ് പാശ്ചാത്യൻ. പാശ്ചാത്യൻ ഹുങ്കും വങ്കത്തരവും കാണിച്ച് അതിര് കിടന്നിങ്ങനെ നിൽക്കുമ്പോൾ തമ്പുരാന് തോന്നി അധികം വേണ്ട, ദൈവം ഇങ്ങനെ കേട്ടോ, അധികം കളിക്കരുത് ആരാണെങ്കിലും. ദൈവം ഒരു 2-ാം ശക്തി എഴുന്നേൽപ്പിച്ചു. ആ 2-ാം ശക്തിയെ വിളിച്ചത് ആരാന്നറിയണ്ടേ? ഒരു കാള. കാള എന്തിൻ്റെ പ്രതീക? വണ്ടി വലിക്കുന്നവൻ്റെ.
തൊഴിലെടുക്കുന്നവൻ്റെ വർക്കിംഗ് ക്ലാസ്, അവൻ പണിയെടുക്കുക. വർക്കിംഗ് ക്ലാസിൻ്റെ പ്രതിനിധിയായ കാള വിളിച്ചു, വരിക. വന്ന സാധനം കണ്ടോ? ഒരു ചുവന്ന കുതിര. ചുവന്ന കുതിരയുടെ പുറത്തൊരുവനിരിക്കുന്നു, കയ്യിലൊരു വാള്. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അന്യോന്യം സമാധാനമെടുത്തു കളയാൻ അവന് അധികാരം കിട്ടി, ഒരു വലിയ വാളും. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, ഭാവിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചോണം, ഇല്ല എൻ്റെ സമാധാനം പോകാം. മനസ്സിലായോ കാര്യങ്ങൾ? ഒന്നും രണ്ട് ശക്തികൾ. ഒന്ന് പാശ്ചാത്യൻ്റെ ശക്തിയെങ്കിൽ, ബ്രിട്ടൻ്റെ ശക്തിയെങ്കിൽ, ലോകത്തിൽ ബ്രിട്ടൻ ആധിപത്യം ചെലുത്തി നിൽക്കുമ്പോൾ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു രണ്ടാം ശക്തി എഴുന്നേറ്റു. അതാണ് കാളയുടെ വിളി, ചുവപ്പൻ ശക്തി. നിങ്ങൾ നോക്ക്, മംഗോളിയൻ്റെ നിറം ചുവപ്പ്, മുടി ചുവപ്പ്, കൊടി ചുവപ്പ്, എല്ലാം ചുവപ്പാണ്. റഷ്യ പോലെയുള്ള, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളെയാണ് ഞാൻ ഈ സംസാരിച്ചത്. ഇവർ രണ്ടുമാ ലോകത്തിൻ്റെ ഒന്നും രണ്ട് ശക്തികൾ. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സഹസ്രാബ്ദത്തിലെ നമ്മൾ ഉറങ്ങാൻ കിടന്നു. ഒരു വാർത്ത കേട്ടിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. പിന്നെ ഒറ്റ ശക്തിയെ ലോകത്തുണ്ടായിരുന്നുള്ളൂ, അമേരിക്ക. 90കളിലെ റഷ്യൻ പതനത്തിനു ശേഷം 2000 ആണ്ടങ്ങോട്ട് തുടങ്ങി പുതുലോകത്തിലേക്ക്, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് കണ്ണു തിരുമ്മി ഉണർന്നപ്പോൾ മറ്റൊരു വാർത്ത കാതുകളിൽ കേട്ടു, അമേരിക്ക തകർന്നു സാമ്പത്തികമായിട്ട്. അങ്ങനെ ഒന്നും രണ്ടും രാഷ്ട്രങ്ങൾ ഡിക്ലൈൻഡായി. എന്നാലും അവനാ ശക്തി. മനസ്സിലായോ? അങ്ങനെ ഇരിക്കെ ഒന്നും രണ്ടും ശക്തിയെ കഴിഞ്ഞിട്ട് സാമൂഹ്യ ശാസ്ത്രം പിന്നെ വരുന്നവനെ വിളിക്കുന്നതാ തേർഡ് വേൾഡ്, അഥവാ മൂന്നാം ലോകം. മൂന്നാം ലോകത്തിൻ്റെ പ്രത്യേകതകൾക്ക് ഒന്നാം ലോകം വെളുപ്പായിരുന്നെങ്കിൽ രണ്ടാം ലോകം ചുവപ്പാണ്, മൂന്നാം ലോകം കറുപ്പാണ്. തേർഡ് വേൾഡ്. പാശ്ചാത്യൻ, മംഗോളിയൻ, മൂന്നാം ലോകം കറുപ്പാണ്. കറുപ്പിൻ്റെ ഒരു ആധിപത്യത്തിലേക്ക് ലോകം പോയി. കറുത്ത വർഗത്തിൽപ്പെട്ട ആഫ്രിക്ക സമൂഹമടക്കം ലോകത്തിൻ്റെ ഭൂരിപക്ഷമുള്ള ജനതയുടെ കരങ്ങളിലേക്ക് അധികാരം ഒബാമയെപ്പോലെയുള്ള ആളുകളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൂന്നാം ലോകം ശക്തിപ്പെടുമ്പോൾ ആ മൂന്നാം ലോകത്തിലെ കരുത്തനരെന്നറിയണ്ടേ? ലജ്ജിക്കണ്ട, നമ്മൾ ഇന്ത്യയാണ് തേർഡ് വേൾഡിലെ പവർ. മനസ്സിലായോ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ആഫ്രിക്ക, അങ്ങനെ ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളെ മൊത്തം എടുക്ക്, അതിൽ കരുത്തര് നമ്മളാണ്. പക്ഷെ തേർഡ് വേൾഡിൻ്റെ മൊത്തം പ്രശ്നം മനുഷ്യാവകാശ പ്രശ്നമാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിപാർക്കാൻ വീടില്ല, ദാരിദ്ര്യം, മരുന്നില്ല, മക്കൾ ഇഷ്ടം പോലുണ്ട് ഈ രാജ്യങ്ങളിൽ, കുഞ്ഞുങ്ങൾ ധാരാളം, പരിരക്ഷയില്ല, പോഷകാഹാരമില്ല. അപ്പോൾ കയ്യിൽ തുലാസം പിടിച്ചൊരുത്തനിരിക്കുന്നു. അപ്പോൾ ജീവികൾക്കിടയിൽ നിന്നൊരു ശബ്ദം, അധിക ആഹാരം തീർക്കരുതേ, പണത്തിന് ഇരുടങ്ങഴി ഗോതമ്പ്, പണത്തിന് 3 ഇടങ്ങഴി യവം. ഒന്നുകൂടി പറഞ്ഞു, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതേ. ഞാനിത് 10 വർഷം മുമ്പ് പ്രസംഗിച്ചത് ഇപ്പോഴും ഭദ്രമായി യൂട്യൂബിൽ കിടപ്പുണ്ട്, കേട്ടു നോക്കണം. ഞാൻ അന്ന് പ്രസംഗിച്ച കാര്യം എന്താണെന്നറിയണ്ടേ? എണ്ണ ഇന്ധനത്തിൻ്റെ പ്രതീകമാണ്, വീഞ്ഞ് മരുന്നിൻ്റെ പ്രതീകമാണ്. മൂന്നാം ലോക രാജ്യങ്ങൾ വൻതോതിൽ ഇന്ധനം ഉപയോഗിച്ച് തീർക്കുന്നു, പോഷകാഹാരക്കുറവുണ്ട്, മരുന്ന് ഉപയോഗിച്ച് തീർക്കുന്നു, ഭക്ഷണക്കുറവുണ്ട്, ഇവയെല്ലാം ഉപയോഗിച്ച് തീർക്കുന്നു. എണ്ണ കുറയ്ക്കണം, വൈൻ കുറയ്ക്കണം, മരുന്ന് കുറയ്ക്കണം, പാചകവാതകം കുറയ്ക്കണം. ഇതൊക്കെ അന്ന് ഞാൻ പ്രസംഗിച്ചത്. പാചകവാതകം എന്ന് പറഞ്ഞ് തന്നെ കൃത്യം കിടപ്പുണ്ട്. മനസ്സിലായി ഇന്നത് യാഥാർത്ഥ്യമായത്? ഇതാ മൂന്നാമത്തെ ശക്തി. ഈ മൂന്നാം ശക്തി നിൽക്ക ചെയ്ത് ഒരു നാലാം ശക്തി ഇവിടെ കിടപ്പുണ്ട്. നാലാം ശക്തിയുടെ നിറം പച്ചയാണ്. പച്ച വിളറി എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പം മഞ്ഞ പോലായി, വിളറിയ പച്ച. പച്ച ലോകഭീകരതയുടെ പേരാണ്, പ്രതീകമാണ്. ഉച്ചസമയത്ത് ടിഫിൻ ബോക്സ് തുറന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുമ്പെടുന്ന പിഞ്ചോമന ഇവിടെ തുറക്കുകയും പൊട്ടിത്തെറിച്ചു. അഫ്ഗാനിൽ 127 പേർ ഇരിക്കുന്ന കലാലയത്തിൽ തീയാളിപ്പടർന്നു. സാറും കുഞ്ഞും ഒക്കെ മരിച്ചു.
കലാലയം പുകച്ചുരുൾ കൊണ്ട് നിറഞ്ഞു. ഭീകരത താണ്ഡവമാടുന്ന അത്തരമൊരു ലോകം അറബി രാജ്യങ്ങളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളൊന്നും ഇത് വെറുതെ പറയുന്നല്ല. ഈ പാവപ്പെട്ട ഉപദേശി 4 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ച കാര്യം ഇതാ ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട്. 4ാം ശക്തി വിചരിക്കുന്നില്ല, നേരമില്ല. 4ാം ശക്തിയുടെ പ്രശ്നം കേൾക്കുക. ഓയിൽ ഉൽപ്പാദന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ ഓയിലുണ്ടെന്ന് കണ്ടുപിടിച്ചത് നമ്മൾ ബൈബിളാന്നുള്ള കാര്യം അറിയോ? വേറൊരു പ്രവാചകനും അല്ല കണ്ടുപിടിച്ചേ. ഇവിടെ സ്വർണ്ണമുണ്ടെന്ന് കണ്ടുപിടിച്ചാരാ? നമ്മുടെ ബൈബിളാ. എന്താ തെളിവ്? അവിടെ ധാരാളം പൊന്നുണ്ട്, അവിടുത്തെ പൊന്ന് മേത്തരമാകുന്നു. വായിച്ചിട്ടുണ്ടോ? അവിടെ കീൽക്കുഴികൾ ധാരാളമുണ്ട്. കണ്ടുപിടിച്ച നമ്മളാന്ന്. അവിടെ ബ്രിട്ടീഷ് പെട്രോളിയം കോർപ്പറേഷൻ പോലെയുള്ള വൻകിട കമ്പനികൾ ചെന്ന് ഉത്ഖനനം ചെയ്തെടുത്തപ്പോഴാണ് ഈന്തപ്പഴം കഴിച്ചും ഒട്ടകപ്പാൽ കുടിച്ചും ഉണക്കമീൻ ഭക്ഷിച്ചും ജീവിച്ച അറബിക്ക് വിവേകമുണ്ടായത്, അവൻ പണക്കാരനായത്. സ്ഥിതിഗതി മനസ്സിലായില്ലേ? എന്നാലേ ഇല്ലിട്രസി മുതലാക്കി ലോകഭീകരതയ്ക്ക് ഇത്തരം രാഷ്ട്രങ്ങൾ തിടുക്കം കൂട്ടിയപ്പോൾ ആ ഭീകരതയെ അമർച്ച ചെയ്യാൻ ഒരു രാഷ്ട്രം അവിടെ ചെന്ന് നിലയുറപ്പിച്ചു, അമേരിക്ക. സദ്ദാമിനെയൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ വീരപരിവേഷം ചെയ്ത് ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ കുർദുകളെ കൂട്ടക്കൊല ചെയ്ത് ജനോസൈഡ്, ഇതൊന്നും പറയാൻ എനിക്ക് നേരമില്ല. അവിടെയൊക്കെ ചെന്ന് ആട്ടിച്ചൊതുക്കി. കുവൈറ്റിനെ, ഇറാഖിനെ, അഫ്ഗാനെ അടിച്ചങ്ങോട്ട് ഒതുക്കിയപ്പോൾ ഭീകരത അല്പം ഒതുങ്ങി. ഇങ്ങനെ പച്ചയുടെ വീര്യം അടിച്ച് പരത്തി ഒതുക്കിയപ്പോൾ പച്ച അല്പം വിളറിപ്പോയി. കാര്യം മനസ്സിലായോ? ബൈബിളിൻ്റെ ഒരു ഭാഷ. നിർത്തുക ഞാൻ. പക്ഷേ എന്നൊരു കാര്യം, ഈ ഭീകരതയെ ആയുധം വെച്ച് അടിച്ചൊതുക്കിയാലും അതൊരു സമയമാകുമ്പോൾ ഇളകിഞ്ഞ് വരും. എന്നെ തെളിവ് പറയാം. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലേ മിണ്ടരുത്, ചിരിക്കരുത്, കരയരുത്, അങ്ങോട്ട് തിരിയല്ല് എന്തെല്ലാം നിർദ്ദേശമാണ്. പിള്ളേരിതെല്ലാം കെട്ടിങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കും. 4 മണിക്കൊരു കൂട്ടവല്ല്. ആ സമയത്തൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ കൂവിക്കൊണ്ടായിരുന്നേക്കുന്നത്. ആണും പെണ്ണും അല്ല, ഒരൊറ്റ കൂവിച്ച്. ആരെയാ? അപ്പനെ, അമ്മയെ, സാറിനെ, സ്കൂളിനെ, വിദ്യാഭ്യാസ വകുപ്പിനെ, മന്ത്രിയെ എല്ലാം കൂടെ അതുങ്ങളൊരു ഒറ്റ കൂവിച്ച. ഇതാ ഇങ്ങനെ ഒതുക്കി വെച്ചുള്ള കുഴപ്പം. കയറി അടിക്കും. കാത്തിരുന്നോ, കനത്ത അടിയുടെ കാലം വരാൻ പോവാ. ഇന്ന് പലരും പ്രോത്സാഹിപ്പിക്കും ഭീകരതയെ. സൂക്ഷിച്ചിരുന്നോ, 10 വർഷം കൂടെ ജീവിക്കാൻ നമുക്കൊക്കെ ആയുസ് കിട്ടിയാൽ ഞങ്ങൾ ഇന്ന് പറഞ്ഞത് കുറിച്ചിട്ടോ, ഇത് യൂട്യൂബിലുണ്ട്, കിടപ്പുണ്ട്, കണ്ടോ, മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ഈ മെസ്സേജ് തരിക, എഴുതിയിട്ടോ. ഞങ്ങൾ പറഞ്ഞൊന്നും നടക്കാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന ഭീകരത കൊണ്ട് തീരാത്തവൻ്റെ ഗതികേട് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം കൂടി പറയാം. ബൈബിൾ പറയാ, ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരണം വന്നു. ഞാൻ ഹൈറേഞ്ചിൽ നിന്ന് ഒത്തിരി പറയണോ? പന്നിയെ നമ്മളെയും കൂടെ കണ്ടാൽ വനംവകുപ്പ് സല്യൂട്ട് അടിക്കുന്നു. പന്നിക്കാ പ്രോട്ടോക്കോൾ അനുസരിച്ച് പന്നിയാ നമ്മളെക്കാളൊക്കെ മേളിൽ. ഞാൻ പൂഞ്ഞാർ നിയോജകമണ്ഡലംകാരനായിപ്പോൾ അങ്ങോട്ട് PC ജോർജ് MLA ആയിരിക്കുമ്പോൾ എക്സൈസ് വന്ന് ഭയങ്കര ക്ലാസ് എടുത്തു. എക്സൈസും വനംവകുപ്പും ഒക്കെ. ഈ പട്ടിയെ കൊല്ലരുത്, തെരുവുനായെ കൊല്ലരുത്, പന്നിയെ കൊല്ലരുത്. എന്നിട്ടൊരാൾ പറയാ, മനേകാ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. PC ജോർജ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു 5-6 ട്രെയിനെ കയറ്റി ഇതിനെല്ലാം അങ്ങോട്ട് വിടാം, അവർ കൊണ്ട് വളർത്തട്ടെന്ന്. ഇത്ര സന്തോഷമാണ്, അങ്ങോട്ട് കയറ്റിവിടാം. ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞെന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, കാട്ടുമൃഗം മനുഷ്യനെ കൊല്ലുന്നത് ഇന്ന് ചെറിയ സംഭവമാണ്. താമസിക്കാതെ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങുന്ന സംശയം വേണ്ട. വേറെ കാരണമൊന്നുമില്ല. ആര് തടഞ്ഞാലും സംഭവം ഈ പുസ്തകം പറഞ്ഞൊന്നും നടക്കാതിരുന്നിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ ഭക്തൻ തലകൾ ഉയർത്തണം. ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. നിഴലുകൾ പൊരുളുകളായിക്കൊണ്ട് ഈ ലോകം അണിഞ്ഞൊരുങ്ങുന്നു. 4 സാമ്രാജ്യങ്ങളുടെ അതിശക്തമായ ഇടപെടലിലൂടെ യേശുവിൻ്റെ പുനരാഗമനത്തിന് ലോകം അറിയാതൊരുങ്ങുമ്പോൾ തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഞാൻ ഈ ചിന്തകൾ
പാതി വഴിയിൽ എത്തിച്ചു നിർത്താൻ. കാരണം ബാക്കി നാളെ കേൾക്കാം. ഒന്നും പാസ്റ്ററോട് പറയണ്ട, അദ്ദേഹം ചെയ്തോളൂ. അതാ വചന ശുശ്രൂഷയുടെ പ്രത്യേകത. ഈ പാലം തണ്ടി ഇങ്ങനെ വന്നിരിക്കും, ബാക്കി അവിടെ വന്നോളും. അതാ വചനം. ഇന്ന് രാത്രി അവസാനിപ്പിക്കുമ്പോൾ ദൈവമക്കളെ ഒരു കാര്യം ഓർത്തുള്ളൂ, പ്രാർത്ഥനയോടെ വേണം മടങ്ങിപ്പോകാൻ. നാളെയും പ്രാർത്ഥനയോട് കൂടി വേണം മടങ്ങി തിരിച്ചു വരാൻ. പക്ഷെ നാളെ എനിക്കും നിങ്ങൾക്കും വരാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നുറപ്പിച്ചു കൊള്ളണം, നമുക്കാർക്കും ഇവിടെ സന്നിഗ്ധരാകാൻ കഴിയാത്ത മറ്റൊരു കാരണം സംഭവിച്ചാൽ ആ കാരണം മറ്റൊന്നുമല്ല, അരുമനാഥനായ യേശുവിനെ എതിരേൽക്കാൻ ഇന്ന് രാത്രിയാണ് അവസരമൊരുങ്ങുന്നതെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഗണിക്കാതെ പോകരുത്. ഇതാ അവൻ മേഘാരൂഢനായി വേഗം വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ നമുക്ക് സൗമ്യഭാവരായി അവനെ എതിരേൽക്കാൻ ഉണരാം, ഒരുങ്ങാം, ജാഗരിക്കാം, പ്രാർത്ഥിക്കാം. ഈ രാത്രി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.